കുശലാന്വേഷണങ്ങളും അറിയിക്കുന്നു. ഇന്ന് രാവിലെ നമുക്കൊന്നിച്ച് കർത്താവിനെ ആരാധിക്കാനും അനന്തരം ദൈവവചനം പഠിക്കാൻ ഈ സന്ധ്യാസമയത്ത് ഒന്നിച്ചുകൂടാനും കർത്താവ് കൃപ നൽകിയതോർത്ത് ദൈവത്തെ സ്തുതിക്കാം. കഴിഞ്ഞ രാത്രി നമ്മൾ പഠിക്കാൻ ആരംഭിച്ച വിഷയം യഹോവ സാക്ഷികൾ എന്ന് നാം വിളിക്കുന്ന യഹോവയുടെ സാക്ഷികളുടെ ദുരുപദേശങ്ങൾ എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കുകയാണ്. നമ്മുടെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാനും വിശ്വാസത്തിനു വേണ്ടിയും ദൈവവചന സത്യങ്ങൾക്ക് വേണ്ടിയും വീര്യത്തോടെ നിലനിൽക്കാനും പ്രവർത്തിക്കാനും നമുക്ക് കഴിയേണ്ടത് ആവശ്യമാണ്. എന്തുമാവട്ടെ, നമ്മുടെ വിശ്വാസം ശരിയാണല്ലോ എന്ന് ധരിക്കുന്ന ആളുകളുണ്ട്. അത് ദൈവത്തോടുള്ള ഭക്തിയുടെ ഒരു അടയാളമായിരിക്കുന്നില്ല. മറിച്ച് ദൈവവചനത്തിന് അനുകൂലമല്ലാതെ പോകുന്ന എല്ലാ ദുരുപദേശങ്ങളെയും എതിർക്കാനും സ്നേഹത്തിൻ്റെ ഭാഷയിൽ അത് ശരിയല്ല എന്ന് സമർത്ഥിക്കുവാനുമുള്ള ആർജവം നമുക്കുണ്ടാവണം. സുവിശേഷത്തെക്കുറിച്ച് നമ്മൾ ഫിലിപ്പ് ലേഖനത്തിൽ വായിക്കുമ്പോൾ സുവിശേഷത്തിൻ്റെ പ്രതിവാദം എന്നും സുവിശേഷത്തിൻ്റെ സ്ഥിരീകരണം എന്നും രണ്ട് പദങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. സുവിശേഷത്തിന് ഒരു പ്രതിവാദമുണ്ട്. അത് നമുക്കറിയാം. രക്ഷ അത് കർത്താവിൻ്റെ ബലിമരണത്താൽ അല്ല എന്ന് ആരെങ്കിലും വാദിച്ചാൽ അവിടെ നമുക്ക് സുവിശേഷം കൊണ്ട് പ്രതിരോധം തീർക്കാനായിട്ട് സാധിക്കണം. എന്നാൽ അത് സ്ഥിരീകരിക്കപ്പെടുന്നത് നമ്മുടെ ജീവിതം കൊണ്ടാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ സൽപ്രവൃത്തികളും സുവിശേഷം വിശ്വസിച്ച അനുസരിച്ച നമ്മുടെ ജീവിതത്തിൽ വന്ന സമൂല പരിവർത്തനവും സുവിശേഷത്തിൻ്റെ സ്ഥിരീകരണമായി ആളുകൾ കാണുകയാണ്. അപ്പോൾ ഈ രണ്ട് കാര്യത്തിനും ഊന്നൽ നൽകിയാണ് ക്രൈസ്തവ ജീവിതം മുമ്പോട്ട് പോകുന്നത്. അതുകൊണ്ട് ഉപദേശത്തിന് ജീവിതത്തിൽ അതീവ പ്രാധാന്യമുണ്ട്. നമ്മൾ ഇന്നലെ ഓർത്തതുപോലെ ഉപദേശം എന്ന അടിത്തറയിലാണ് നമ്മൾ നിലയുറപ്പിക്കേണ്ടത്. അതിൽ നിന്ന് വ്യതിചലിക്കുന്നതൊന്നും ദൈവത്തോടുള്ള ഭക്തി ആയിരിക്കുകയില്ല എന്ന കാര്യം നാം ഓർക്കണം. യഹോവയുടെ സാക്ഷികൾ ധാരാളം ദുരുപദേശങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ഞാൻ അവരുടെ പുസ്തകങ്ങൾ പരിശോധിച്ചതിലൂടെ എനിക്ക് 120-ലധികം തെറ്റായ ഉപദേശങ്ങൾ കണ്ടെത്താനായിട്ട് സാധിച്ചു. അതിൽ 1-2 കാര്യങ്ങൾക്കെതിരെയാണ് ഞാൻ ആ പുസ്തകം എഴുതിയിട്ടുള്ളത്. അത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ദൈവത്വം ചോദ്യം ചെയ്യുന്ന അവരുടെ വാദഗതികളെ എതിർത്തുകൊണ്ടാണ് ആ പുസ്തകം എഴുതിയിട്ടുള്ളത്. എന്നാൽ മറ്റ് പല ഉപദേശങ്ങളും പഠിപ്പിക്കലുകളും ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ്. എന്നാൽ മിക്കപ്പോഴും നമ്മുടെ പഠനത്തിൻ്റെ വിശാലത പോരാതെ വരികയാൽ നമുക്കതിന് കഴിയാതെ പോകുന്നുണ്ട്. എന്നാൽ വളരെ പ്രധാനപ്പെട്ട 10 പ്രധാനപ്പെട്ട ദുരുപദേശങ്ങൾ നമുക്ക് അവരുടെ പഠനത്തിൽ കാണാനായിട്ട് സാധിക്കും. ആ ലിസ്റ്റ് ഞാനൊന്ന് ഓടിച്ചു പറയാം. അത് നിങ്ങളുടെ മനസ്സിൽ സൂക്ഷിക്കുന്നത് നന്നായിരിക്കും. അവരേറ്റവും അധികം എതിർക്കുന്ന ഒരു ഉപദേശ വിഷയം തൃത്വവിശ്വാസമാണ്, ട്രിനിറ്റി. അതിനെയാണ് ഏറ്റവും അധികം അവർ എതിർക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നത്. രണ്ടാമത് അവർ ചെയ്യുന്നത് യേശുക്രിസ്തുവിൻ്റെ ദൈവത്വം നിഷേധിക്കുക. ഞാൻ ഇന്നലെ ഓർപ്പിച്ചതുപോലെ യേശുക്രിസ്തു കേവലം ഒരു സൃഷ്ടിയാണ്, ദൈവപുത്രൻ എന്ന് അറിയപ്പെടുന്ന ഒരു സൃഷ്ടി. എന്നാൽ പിതാവിന് സമതുല്യനായ ദൈവമായി അവർ യേശുക്രിസ്തുവിനെ കാണുന്നില്ല. മൂന്നാമത് പരിശുദ്ധാത്മാവിൻ്റെ ആളത്വവും ദൈവത്വവും അവർ നിഷേധിക്കുക. അതിൽ പ്രധാനമായുള്ളത് പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ് എന്ന ബൈബിൾ പഠനം അവർ നിരാകരിക്കുന്നു. അവരുടെ വാദമനുസരിച്ച് യഹോവയാം ദൈവത്തിൻ്റെ കർമ്മനിരതമായ ഒരു പരാശക്തിയാണ് പരിശുദ്ധാത്മാവ് എന്നാണ് അവരുടെ വാദം. നാലാമത് അവർ നിഷേധിക്കുന്നത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പാപപരിഹാരത്തിനു വേണ്ടി നടന്ന ബലിമരണം, അത്
ആ, മനുഷ്യവർഗത്തിന്റെ പാപത്തിനു വേണ്ടിയാണ് എന്ന യാഥാർത്ഥ്യം അവർ നിഷേധിക്കുകയാണ് ചെയ്യുന്നത്. അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടി ഞാനൊരു കാര്യം പറയാം. യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചു എന്ന് പറയുന്നത് വേദപുസ്തകം പറയുന്ന പോലെ നമ്മുടെ എല്ലാവരുടെയും പാപത്തിന് പരിഹാരത്തിന് വേണ്ടിയിട്ടാണ്. എന്നാൽ യഹോവയുടെ സാക്ഷികൾ അത് വിശ്വസിക്കുന്നില്ല. അവർ പഠിപ്പിക്കുന്നത് യേശുക്രിസ്തു ഒരു പൂർണ്ണ മനുഷ്യനാണ്. ഒരു പൂർണ്ണ മനുഷ്യനായ ക്രിസ്തുവിന് മറ്റൊരു പൂർണ്ണ മനുഷ്യനെ മാത്രമേ വീണ്ടെടുക്കാനായി കഴിയുകയുള്ളൂ. മറ്റൊരു മനുഷ്യനെ മാത്രമേ വീണ്ടെടുക്കാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് യേശുക്രിസ്തുവിന്റെ ബലിമരണം എന്ന് പറയുന്നത് ആദം എന്ന ആ വ്യക്തിയെ, അല്ലെങ്കിൽ ആദം എന്ന വ്യക്തി ചെയ്ത പാപത്തിന് പരിഹാരമൊരുക്കുക എന്ന് മാത്രമാണ്. ആദത്തിന്റെ പാപത്തിന് മാത്രമാണ് ക്രിസ്തു പ്രായശ്ചിത്തം ഒരുക്കിയത്. അപ്പോൾ അവരോട് ചോദിക്കാം, എന്നാ ആദം വീണ്ടെടുക്കപ്പെട്ടുവോ എന്ന് ചോദിച്ചാൽ അവർ പറയും ഒരിക്കലുമില്ല. ആദമും ഹവ്വയും ഒരിക്കലും സ്വർഗത്തിൽ കാണുകയില്ല എന്നാണ് അവരുടെ വിശ്വാസം. അപ്പോൾ യേശുക്രിസ്തു എന്തിനാ അവർക്ക് വേണ്ടി മരിച്ചതെന്ന് ചോദിച്ചാൽ അവർക്കവിടെ ശരിയായ ഒരു ഉത്തരം ഇല്ല. അതിലൂടെ അവർ ചെയ്യുന്നത് സർവമാനവരാശിയുടെയും പാപത്തിന് പരിഹാരത്തിന് ദൈവം ഒരുക്കിയ മാർഗത്തെ അവര് നിരാകരിക്കുകയാണ്. യേശുക്രിസ്തുവിന്റെ പ്രതിപകരയാഗം മരണം അത് അവര് നിഷേധിക്കുകയാണ്. ആദമിന് വേണ്ടി മാത്രമാണ് ക്രിസ്തു മരിച്ചത്. ആദം വരുത്തി വെച്ച വിനയ്ക്ക് പരിഹാരമൊരുക്കി. ഇനി നാം എന്താണ് ചെയ്യേണ്ടത്? ആദത്തിന്റെ പാപം എന്നിലുണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ വേദനിക്കാനോ ചഞ്ചലപ്പെടാനോ മാറത്തടിക്കാനോ പാടില്ല. എന്നിട്ട് നമ്മുടെ പാപം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ യഹോവയോട് ഏറ്റുപറഞ്ഞും പ്രാർത്ഥിച്ചും യഹോവയുടെ രാജ്യത്തിന്റെ വേല ചെയ്തും പുണ്യപ്രവൃത്തികൾ ചെയ്തും വരാനിരിക്കുന്ന രാജ്യത്തിന് അല്ലെങ്കിൽ പർദീസയ്ക്ക് അവകാശികളായി തീരാൻ ശ്രമിക്കുക. ഇതാണ് അവരുടെ ആ വിഷയത്തിലെ പഠനം. അഞ്ചാമത് അവർ നിഷേധിക്കുന്നത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ശരീരത്തിലുള്ള ഉയർപ്പിനെ, പുനരുത്ഥാനത്തെ അവർ നിഷേധിക്കുക. അതിനെക്കുറിച്ച് നമ്മൾ ചില കാര്യങ്ങൾ പിന്നീട് ഓർക്കാം എന്ന് വിചാരിക്കുന്നു. അതുപോലെ ആറാമത് അവർ നിഷേധിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം യേശുക്രിസ്തുവിന്റെ വ്യക്തിപരവും ദൃശ്യവുമായ മടങ്ങിവരവ് അങ്ങനെയൊന്നില്ല എന്നാണ് അവർ വാദിക്കുന്നത്. ഏഴാമത്തെ കാര്യം നാലാമത്തെ കാര്യവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. രക്ഷ കൃപയാൽ വിശ്വാസം മുഖാന്തരമാണ് എന്ന ബൈബിൾ വചനത്തെ, ആ ഉപദേശത്തെ അവർ നിരാകരിക്കുകയാണ്. ഒരിക്കലും രക്ഷ കൃപയാൽ എന്നോ വിശ്വാസത്താൽ പ്രാപിക്കാം എന്നോ പറയുന്നതോ അവർ അംഗീകരിക്കുന്നില്ല. അതിനുവേണ്ടി യഹോവയുടെ വയൽ സേവ ചെയ്തേ മതിയാകൂ എന്നാണ് അവരുടെ വാദം. എട്ടാമത്തെ അവരുടെ ഒരു വലിയ തെറ്റായ ഉപദേശം മരണം കൊണ്ട് മനുഷ്യന്റെ അസ്തിത്വം, മനുഷ്യൻ എന്ന യാഥാർത്ഥ്യം അവിടെ അവസാനിക്കുകയാണ്. മരണത്തിനപ്പുറത്ത് നിലനിൽക്കുന്ന ഒരു ആത്മാവോ ദേഹിയോ മനുഷ്യന് പിന്നെ ഇല്ല എന്നുള്ളതാണ് അവരുടെ മറ്റൊരു വാദം. ഒൻപതാമത് അവർ പറയുന്ന വേറൊരു തെറ്റായ പഠിപ്പിക്കൽ നിത്യ നരകം എന്ന് പറയുന്ന ഒന്നില്ല. നരകമുണ്ട്, പക്ഷേ അത് നിത്യമല്ല. ഒരു നിമിഷം കൊണ്ട് അവസാനിച്ചു പോകുന്ന ഒന്നിനെയാണ് നരകം എന്ന് പറയുന്നത്. അതാണ് അവരുടെ മറ്റൊരു പഠിപ്പിക്കൽ. പത്താമത് അവര് പറയുന്ന തെറ്റായ മറ്റൊരു ഉപദേശം എല്ലാവർക്കും സ്വർഗത്തിൽ പോകാൻ കഴിയുകയില്ല. സ്വർഗത്തിൽ പോകുന്നവരുടെ എണ്ണം പരിമിതപ്പെടുത്തിയിരിക്കുകയാണ്. 144,000 പേർ, 1,44,000 പേർ മാത്രമേ സ്വർഗം കാണുകയുള്ളൂ. 1935 ആ സംഖ്യ പൂർണ്ണമാകുകയും ചെയ്തു. അതുകൊണ്ട് ഇന്ന് ലോകത്തിൽ ജീവിച്ചിരിക്കുന്ന കോടിക്കണക്കിന് യഹോവയുടെ സാക്ഷികൾക്ക് അത്തരമൊരു പ്രതീക്ഷയോ പ്രത്യാശയോ ഇല്ല. സ്വർഗമുണ്ട് എന്നോർത്ത് ആരും അതിനുവേണ്ടി സേവ ചെയ്യണ്ട എന്നതാണ് അവരുടെ വാദം. ഇങ്ങനെയുള്ള നിരവധി തെറ്റായ പഠിപ്പിക്കലുകൾ വച്ചു പുലർത്തുന്ന ഒരു സമൂഹമാണ് യഹോവയുടെ സാക്ഷികൾ. ഇതിനെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ ഓടിച്ച് പറഞ്ഞ് മുമ്പോട്ട് പോകണം എന്നാണ് കർത്താവിൽ ഞാൻ ആഗ്രഹിക്കുന്നത്.
എനിക്ക് തോന്നുന്നത് അവരുടെ പഠനവുമായും സംഭാഷണവുമായിട്ടും ഞാൻ മനസ്സിലാക്കിയെടുത്തോളം തൃത്വം എന്ന വിഷയം, ത്രിയേക ദൈവം എന്ന ബൈബിളിന്റെ വീക്ഷണം ശരിയായി ഉൾക്കൊള്ളാനും പഠിപ്പിക്കാനും പ്രതിരോധിക്കാനും കഴിഞ്ഞാൽ ഒരു 90% അവരുടെ ഉപദേശങ്ങളെ അതിജീവിക്കാനും അവരുടെ വാദഗതികളെ തകർക്കാനും നമുക്ക് സാധിക്കും. എന്നാൽ നിർഭാഗ്യകരം എന്ന് പറയട്ടെ, തൃത്വവിശ്വാസം മനസ്സിലാക്കുന്നതിലും പഠിപ്പിക്കുന്നതിലും വിശ്വാസ സമൂഹങ്ങൾ വളരെ പരാജിതരാണ്. അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഈ അടുത്ത ദിവസം അടിമാലിയിൽ വെച്ച് ഈ വിഷയത്തെ സംബന്ധിച്ച് ഒരു ക്ലാസ് നടക്കുകയുണ്ടായി. അതിന് എനിക്കും ഒരു ഒരു പേപ്പർ അവതരിപ്പിക്കാനായിട്ടുണ്ടായിരുന്നു. അവിടെ ഉയർന്നു വന്നപ്പോൾ, ക്ഷമിക്കണം, 7-ലധികം തൃത്വവിശ്വാസങ്ങൾ അവിടെ പൊന്തി വന്നു. 7-ലധികം. അപ്പോൾ ഓരോരുത്തരും പറഞ്ഞു വരുമ്പോൾ മറ്റെന്തോ ആയത് മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ തൃത്വത്തെ സംബന്ധിച്ച് ശരിയായ ഒരു അവബോധം നമ്മുടെ മനസ്സിലുണ്ടായെങ്കിൽ മാത്രമേ നമുക്ക് അവരുടെ ഉപദേശങ്ങളെ ഉച്ചാടനം ചെയ്ത് മുമ്പോട്ട് പോകാനായിട്ട് കഴിയുകയുള്ളൂ. അവര് ത്രിയേക ദൈവം എന്നുള്ള ക്രൈസ്തവ ഉപദേശത്തെ നിശിതമായി വിമർശിക്കുകയാണ്. അവരുടെ എല്ലാ എഴുത്തുകളിലും വളരെ പ്രാമുഖ്യം നൽകി അവർ പഠിപ്പിക്കുന്ന ഒരു കാര്യം തൃത്വനിഷേധമാണ്. അതിന് അവർ പറയുന്ന പല ന്യായങ്ങളുണ്ട്. അതിൽ ഒന്ന്, തൃത്വം എന്ന് പറയുന്നത് ബൈബിളിൻ്റെ ഉപദേശമല്ല, അങ്ങനൊരു പദം ബൈബിളിൽ ഇല്ല എന്നുള്ളതാണ്. മറ്റൊരു കാര്യം, മനുഷ്യയുക്തിയുടെ ഗ്രാഹ്യത്തിന് അതീതമാണ് തൃത്വം എന്ന ക്രിസ്തീയ ആശയം. അതൊരിക്കലും മനുഷ്യന്റെ യുക്തിബോധം കൊണ്ട് മനസ്സിലാക്കാൻ കഴിയുന്നതിലും അപ്പുറമാണ്. മൂന്നാമത് അവർ പറയുന്നത്, പ്രാചീന മതങ്ങളുടെ ഒരു ദൈവസങ്കല്പമാണ് 3 തലയും മറ്റുമായി നിൽക്കുന്ന ദൈവം, പേഗൻ മതവിശ്വാസം. അതുമായിട്ടാണ് തൃത്വം യോജിക്കുന്നത് എന്നുള്ളതാണ് അവരുടെ മറ്റൊരു വാദം. അവർ പിന്നെയും പറയും, ദൈവം ഒരിക്കലും കുഴപ്പത്തിൻ്റെ ദൈവമല്ല, കലക്കത്തിൻ്റെ ദൈവമല്ല. അതുകൊണ്ട് കുഴഞ്ഞു മറിഞ്ഞ ഈ പ്രശ്നം ദൈവത്തിൻ്റെതല്ല എന്നുള്ളതാണ് അവരുടെ വാദം. അതിന് നമ്മൾ നിരത്തുന്ന പല ന്യായങ്ങളും അവർ നിശിതമായിട്ട് എതിർക്കുകയും അതിനെതിരെ വാദങ്ങൾ തീർക്കുകയുമാണ് ചെയ്യുന്നത്. തൃത്വത്തെ സംബന്ധിച്ച് തൃത്വവിശ്വാസികളിൽ തന്നെ പലതരത്തിലുള്ള ആശയങ്ങളാണുള്ളത്. ഞാൻ 1-2 കാര്യങ്ങൾ, തൃത്വം അല്ല നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്, മറ്റൊരു സന്ദർഭത്തിൽ നമ്മൾ വ്യക്തമായി ഇവിടെ ആ കാര്യങ്ങൾ ചിന്തിച്ചതാണ്. നിങ്ങളുടെയൊക്കെ മനസ്സിൽ അതുണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. തൃത്വത്തെ സംബന്ധിച്ച് തെറ്റായ ധാരണയുള്ളത്, ഒന്ന്, സമഭാഗ വീക്ഷണം എന്നാണ് അത് അറിയപ്പെടുന്നത്. സമഭാഗ വീക്ഷണം എന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തെ സമമായി ഭാഗിച്ച് ഉള്ള ഒരു സംവിധാനം അല്ലെങ്കിൽ വിശ്വാസം. അത് ഇത്രയേ ഉള്ളൂ, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും തുല്യമായി ചേർന്ന് ഒരു ദൈവമാകുക. മനസ്സിലായോ ആശയം? പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, ഈ 3 ആളുകളും കൂടെ, അല്ലെങ്കിൽ ആളെന്ന് ഇപ്പോൾ അവിടെ പറയാൻ പറ്റത്തില്ല, തുല്യമായി ചേർന്ന് ഒരു ദൈവമാകുക. അതാണ് ഒരു വീക്ഷണം. അത് വച്ചു പുലർത്തുന്ന ഒത്തിരി ആളുകളുണ്ട്. അത് തൃത്വം ശരിയായിട്ട് മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. മറ്റൊന്ന്, ബഹുവ്യക്തിത്വഭാവം എന്ന് പറഞ്ഞാൽ ഒരാളിൽ തന്നെ 2-3 വ്യക്തിത്വങ്ങൾ കുടികൊള്ളുന്നു. ഒരു ഉദാഹരണത്തിൽ പറഞ്ഞാൽ, സിബിൻ ഈ കസേരയിൽ ഇരിക്കുന്നു, നമുക്ക് കാണാം. എന്നാൽ അദ്ദേഹം അവിടെ നിന്ന് എഴുന്നേറ്റ് കഴിയുമ്പോൾ പിന്നെയും ഒരു സിബിൻ അവിടെ ഇരിക്കുന്നു. ആ സിബിനും എഴുന്നേറ്റ് കഴിഞ്ഞാൽ 3-മതൊരു സിബിനും കൂടെ അവിടെ തന്നെ ഉണ്ടാകും. ഇത് നമുക്ക് കാണാൻ പറ്റില്ല എന്നുള്ളതേ ഉള്ളൂ. ഒരു ആളിൽ തന്നെ 2-3 വ്യക്തികൾ കുടികൊള്ളുന്നു എന്ന ചിന്ത.
അങ്ങനെ ഒരു തൃത്വവിശ്വാസം ആളുകളുടെ മനസ്സിൽ ഉണ്ട്. മറ്റൊന്ന്, ഒരാള് തന്നെയാണ്, പക്ഷേ പലരായിട്ട് വെളിപ്പെടുന്നു. ഒരേ സമയം ഒരാള്, ഇപ്പൊ ഞാൻ വീട്ടില് ഒരു അപ്പനായിട്ട് അറിയപ്പെടുന്നു, കുട്ടികൾ എന്നെ പപ്പ എന്ന് വിളിക്കുന്നു. സഭയിൽ ചെന്ന് കഴിയുമ്പോൾ അവര് സഹോദര, ഉപദേശി എന്ന് പറയും. നാട്ടിലിറങ്ങുമ്പോൾ നാട്ടുകാർക്ക് ഞാൻ റെജി പാസ്റ്ററാണ്. അപ്പം ആളുകള് ഒരാൾ തന്നെയാണ്, ഈ 3 വീക്ഷണകോണിലൂടെയാണ് ആളുകൾ എന്നെ കാണുന്നത്. ഇതുപോലെയാണ് പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്. അതിനെ മോഡലിസം എന്നാണ് പറയുന്നത്. ഒരുപാട് ആളുകൾ, ഒരുപാട് വിശ്വാസികൾ ഈ ഒരു വിശ്വാസം വെച്ച് പുലർത്തുന്ന ആളുകളാണ്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒരാൾ തന്നെയാണ്. 3 കാലഘട്ടത്തിൽ, 3 പേരിൽ, 3 വിധത്തിൽ വെളിപ്പെട്ടു എന്ന് മാത്രമേ ഉള്ളൂ. മോഡലിസം വെച്ച് പുലർത്തുന്ന വിശ്വാസം ഇന്ന് പെന്തക്കോസ് സമൂഹത്തിൽ, യുണൈറ്റഡ് പെന്തക്കോസ് എന്നൊക്കെ പറയുന്ന ആ സമൂഹം, വണ്ണസ് എന്ന് പറയുന്ന ആളുകൾ, അല്പസ്വല്പ വ്യത്യാസം അതിനകത്തുള്ളൂ. അവരൊക്കെ ആ വിശ്വാസം പിന്തുടരുന്ന ആളുകളാണ്. ഇതുകൂടാതെ വേറെ പല ചിന്താഗതികളുണ്ട്, പല ചിന്താഗതികൾ. അതിലേക്കൊന്നും ഞാനിപ്പോ കടന്നു പോവുകയല്ല, സമയം നമ്മളെ അനുവദിക്കുകയില്ല. അപ്പൊ നമ്മൾ എന്താണ് തൃത്വത്തെക്കുറിച്ച് മനസ്സിലാക്കേണ്ടത്? ഞാൻ 2-3 വാചകങ്ങളിൽ അതൊന്ന് പറഞ്ഞ് നിങ്ങളുടെ മനസ്സിനെ ആ ഒരു ചിന്തയിലേക്ക്, വേദപുസ്തകത്തിന്റെ ചിന്തയിലേക്ക് കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുക. ദൈവം എന്ന പേര് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലേ? ദൈവം എന്ന് പറഞ്ഞാൽ എന്താണ്? പറയൂ. ദൈവം എന്താ? ആരുടെ പേരാണ് ദൈവം? ഇപ്പൊ കുറച്ചുകൂടെ നിങ്ങൾ അടുത്ത് വരുന്നു. ദൈവം ആരുടെ പേരാ? എന്ത് പറയുന്നു? ദൈവം ഒരാളുടെ പേരല്ല, ഒരാൾക്കുള്ള പേരല്ല ദൈവം. മനുഷ്യൻ എന്നുള്ളതും ഒരാളുടെ പേരല്ല, അതൊരു വർഗനാമമാണ്. മനസ്സിലായോ? മനുഷ്യൻ എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും മനുഷ്യരല്ലേ? പക്ഷേ മനുഷ്യനായി ഞാൻ ആരാണെന്ന് ചോദിച്ചാൽ ഞാൻ റിജിയ. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ പേരുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യും? ഞാൻ ഇന്ന ആളാണ് എന്ന് പറയും. എന്നാൽ നമ്മളെല്ലാവരും ആരാണ്? മനുഷ്യരാണ്. മനുഷ്യൻ എന്ന് പറയുന്നത് നമുക്കുള്ള സംയുക്ത നാമം എന്നാണ് അറിയപ്പെടുന്നത്. ഇതുപോലെയാണ് ദൈവം. ദൈവം ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും പരമോന്നതമായ ഒരു ജീവിവർഗത്തിന്റെ പേരാണ്. മൃഗങ്ങളെ നോക്കുക, എല്ലാം വർഗങ്ങളായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്, അല്ലെ? എല്ലാം വർഗനാമം ആയിട്ടാണ്. കുതിര അതൊരു വർഗമാണ്, ആന ഒരു വർഗമാണ്. ഒരാനയെ കാണാൻ, ആനയെ ആരാണെന്ന് മനസ്സിലാക്കാൻ, അല്ല എന്താണെന്ന് മനസ്സിലാക്കാൻ ഒരു ആനയെ കണ്ടാൽ മതി, അല്ലേ? മതിയോ? മതിയില്ലേ? അതോ 10 ആനയെ കാണണോ? വേണ്ട, ഒരാനയെ കണ്ടാൽ മതി. മനുഷ്യനെ മനുഷ്യനായിട്ട് അറിയാൻ ഇപ്പം ആകാശത്ത് നിന്ന് ഒരു മാലാക വന്നു വന്നിരിക്കട്ടെ. ആ മാലാക മനുഷ്യവർഗത്തിൽപ്പെട്ട ആളല്ലല്ലോ. ആ മാലാക മണ്ണിലേക്ക് വരുന്നത് മനുഷ്യനെ കാണാൻ. മാലാക വേർ മനുഷ്യരെ കണ്ടിട്ടില്ല എന്ന് വിചാരിക്കുക, മനുഷ്യരെ കാണാൻ വന്നു. അപ്പൊ അമേരിക്കയിൽ വന്നിട്ട് ഒരു സായിപ്പനും കണ്ടുവച്ചു പോയി. അത് മതിയോ? അതോ ഇന്ത്യയിൽ വന്ന് നമ്മളെ കാണുമായിരുന്നോ? കണ്ടാലും കുഴപ്പമില്ല, പക്ഷെ അത് മതി പോരെ? ആ മാലാക സ്വർഗത്തിൽ ചെന്ന് ചോറ, ഞാൻ ഭൂമിയിൽ പോയി മനുഷ്യനെ കണ്ടു. ശരിയോ തെറ്റോ? ശരിയോ? മനുഷ്യനെ കണ്ടു. എന്നാൽ റിജിയെ കണ്ടോ? അങ്ങനെ ചോദിച്ചാൽ പ്രശ്നമാവും, അല്ലേ? ഇപ്പൊ നിങ്ങൾക്ക് കാര്യം മനസ്സിലായി. ദൈവം എന്ന് പറയുന്നത് ഒരാളുടെ പേരല്ല. ദൈവം എന്നുള്ളത് ആ സ്വഭാവമുള്ള ആരെ നമുക്ക് ദൈവം എന്ന് വിളിക്കാം. ഞാൻ അതിലേക്ക് വരികയാണ്, അല്പം നിങ്ങൾ ശ്രദ്ധിക്കുക.
ഒരു വാക്യം നിങ്ങളുടെ മനസ്സിലേക്ക് ഞാൻ കൊണ്ടുവരട്ടെ. ഗലാത്യ ലേഖനം നിങ്ങളൊന്ന് എടുത്തേ. ഗലാത്യ ലേഖനം അതിൻ്റെ 4-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യം 8-ാമത്തെ വാക്യം. എന്നാൽ അന്ന് നിങ്ങൾ ദൈവത്തെ അറിയാതെ സ്വഭാവത്താൽ ദൈവങ്ങളെ അല്ലാത്തവർക്ക് അടിമപ്പെട്ടിരുന്നു. മതി. എന്നാൽ നിങ്ങൾ ദൈവത്തെ അറിയാതെ സ്വഭാവത്താൽ ദൈവങ്ങളല്ലാത്തവർക്ക് അടിമപ്പെട്ടിരുന്നു. നിങ്ങൾക്ക് എന്തു മനസ്സിലായി വാക്യത്തിൽ നിന്ന്? ദൈവത്തിന് എന്തുണ്ട്? ദൈവത്തിൻ്റെതായ സ്വഭാവമുണ്ട്, ഗുണങ്ങളുണ്ട്. ആ ഗുണങ്ങളുള്ള ആരും ദൈവമാണ്. മനുഷ്യന് മനുഷ്യൻ്റെതായ ഗുണങ്ങളുണ്ട്. അതിനെയാണ് മനുഷ്യത്വം എന്ന് പറയുന്നത്. ആ മനുഷ്യപ്രകൃതമുള്ള സ്വഭാവമുള്ള ആരും മനുഷ്യരാണ്. ഞാൻ പറഞ്ഞ മനസ്സിലായോ? എന്നാൽ ഗലാത്യ വിശ്വാസികളോട് പൗലോസ് പറയാണ്, നിങ്ങൾ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് നിങ്ങൾ ദൈവമായി കണ്ടിരുന്ന കാര്യങ്ങൾ ദൈവമല്ല. നിങ്ങൾ അങ്ങനെ വിശ്വസിച്ചിരുന്നു, ശരിയാണ്, ഇതാണ് ദൈവം എന്ന് പറഞ്ഞ് കല്ലിനെയും മണ്ണിനെയും മരങ്ങളെയും ഒക്കെ നിങ്ങൾ നമസ്കരിച്ചിരുന്നു. പക്ഷേ അവയ്ക്കൊന്നും ദൈവത്തിൻ്റെ സ്വഭാവം ഉണ്ടായിരുന്നില്ല. അവർ ദൈവമേ എന്നാ വിളിച്ചിരിക്കുന്നത്, അല്ലേ? ലോകത്തിലെ മുഴുവൻ ആളുകളും അവരവരുടെ സങ്കല്പത്തിൽ പെടുന്നതിനെയാണ് ദൈവം എന്ന് വിളിക്കുന്നത്. അവർക്ക് അതിനുള്ള റൈറ്റ് ഉണ്ട്. കാരണം ഒരു വനാന്തരത്തിൽ താമസിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ച് അവൻ്റെ ബോധ്യതയിലുള്ള ഒന്നിനെ അവൻ എന്ത് ചെയ്യുന്നു? ദൈവമായി കാണുന്നു. എന്ന് പറഞ്ഞാൽ അവന് ദിവ്യമായി അല്ലെങ്കിൽ തന്നെക്കാൾ ശക്തനായി തൻ്റെ മേൽ എന്തോ ആധിപത്യമുണ്ടെന്ന് തോന്നുന്ന എന്തിനേയും ദൈവമായി അവൻ പരിഗണിക്കുക. അതൊരു മൃഗമായിരിക്കാം, ഒരു പ്രപഞ്ച ശക്തിയാകാം, ഒരു മിന്നലാകാം, ഒരു വലിയ പേമാരിയാകാം. അവനെ ഭയപ്പെടുത്തുന്ന, അവൻ്റെ മേൽ ആധിപത്യമുണ്ടെന്ന് മനുഷ്യന് തോന്നുന്ന എന്തിനേയും മനുഷ്യൻ ദൈവമായി സങ്കല്പിച്ച് ആരാധിച്ചു വന്നു. അതാണ് മനുഷ്യ ചരിത്രം. അത് പാപത്തിൽ വീണ മനുഷ്യൻ്റെ അധപ്പതനത്തിൻ്റെ ഒരു ചരിത്രമാണ്. ഞാൻ പറഞ്ഞു മനസ്സിലായോ? അങ്ങനെയാണ് ബഹുദൈവ സങ്കല്പങ്ങളും വിശ്വാസങ്ങളും ലോകത്തിലുണ്ടായത്. എന്നാൽ സത്യദൈവം, അവിടെയാണ് സത്യദൈവം എന്നുള്ളൊരു ആശയം നമ്മുടെ മനസ്സിൽ ഉദിക്കുന്നത്. ഇത് സത്യദൈവമാണോ? അപ്പോ ഇവിടെ വ്യാജ ദൈവങ്ങളുമുണ്ട്, സത്യദൈവവുമുണ്ട്. അപ്പോൾ ദൈവത്തെ എങ്ങനെയാണ് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നത്? ദൈവത്തിന് ദൈവത്തിൻ്റെ സ്വഭാവം കാണും. ഞാൻ പറഞ്ഞ മനസ്സിലായോ? ദൈവത്തിന് ദൈവത്തിൻ്റെ സ്വഭാവം കാണും, അല്ലെങ്കിൽ ദൈവത്വം കാണും. ദൈവത്തിന് വേണ്ടത് ദൈവത്വമാണ്. കൊലോസ്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ 9-ാം വാക്യത്തിൽ പൗലോസ് പറയുന്നത്, അവനിലല്ലോ ദൈവത്തിൻ്റെ സർവസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. അത് ദൈവത്തിൻ്റെ എന്നല്ല, മൂലഭാഷ നമ്മൾ ശ്രദ്ധിച്ച് പഠിക്കുമ്പോൾ ദൈവത്വത്തിൻ്റെ സർവസമ്പൂർണതയും ദേഹരൂപമായി ക്രിസ്തുവിൽ വസിക്കുക. ഞാൻ പറഞ്ഞു മനസ്സിലായല്ലോ അല്ലേ? അപ്പോൾ ഈ സ്വഭാവങ്ങളുള്ള ഒരാളാണ് ദൈവം. മനുഷ്യനാകുന്നത്, മനുഷ്യത്വം, മനുഷ്യനിൽ കാണേണ്ട ചില പ്രകൃതങ്ങളുണ്ട്. ആ പ്രകൃതം ഉള്ളതുകൊണ്ടാണ് മനുഷ്യനെ മനുഷ്യൻ എന്ന് വിളിക്കുന്നത്. അവൻ്റെ പ്രവൃത്തികൾ അതിൽ നിന്ന് മാറുമ്പോൾ നീ മനുഷ്യനാണോടാവേ എന്ന് ആളുകൾ ചോദിക്കും. ശരിയല്ലേ? എന്ന് പറഞ്ഞാൽ മനുഷ്യൻ അങ്ങനെ പ്രവർത്തിക്കാൻ കഴിയുകയില്ല. ഇവിടെ സത്യദൈവത്തിന് ഇത്തരത്തിലുള്ള സ്വഭാവമുണ്ട്. ആ സ്വഭാവമുള്ള ആള് സത്യദൈവമാണ്. ഇനി ഞാൻ ആദ്യം ഓർപ്പിച്ച വിഷയത്തിലേക്ക് വരട്ടെ. ഒന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. മനുഷ്യൻ എന്ന് പറയുന്നത് ഒരാളുടെ പേരല്ല. ലോകത്തിലുള്ള എത്ര കോടിക്കണക്കിന് ആളുകളുണ്ടോ അവരെല്ലാം മനുഷ്യരാണ്. അവർക്കെല്ലാം ഓരോ പേരുകളും ഓരോ വ്യക്തിത്വങ്ങളും ഉണ്ട്. നമ്മളെല്ലാം വ്യക്തികളുമാണ്. അപ്പോൾ മനുഷ്യൻ എന്നുള്ള തലത്തിൽ നമ്മളെല്ലാവരും ആ വർഗത്തിൽപ്പെടുന്ന ആളുകളാണ്. ഇതുപോലെ ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും പരമോന്നതമായ ജീവിവർഗം, അതാണ് ദൈവം എന്ന് പറയുന്നത്. ആ ദൈവത്തെ ആരും ജനിപ്പിച്ചതല്ല.
ആ ദൈവം സൃഷ്ടിയല്ല, സ്രഷ്ടാവാണ്. അങ്ങനെയാണ് നമ്മൾ ദൈവത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നത്. ദൈവം നിത്യനാണ്, സർവശക്തനാണ്, സർവജ്ഞാനിയാണ്. സർവജ്ഞാനി എന്നുള്ളൊരു പദം ബൈബിളിലില്ല. സർവവ്യാപി എന്ന പദവും ബൈബിളിലില്ല, ഒറ്റ വാക്ക്. എന്നാൽ ആശയം ബൈബിള് പഠിപ്പിക്കുന്നു. അപ്പൊ ഞാൻ പറഞ്ഞത്, ഈ സ്വഭാവങ്ങളുള്ള പ്രപഞ്ചത്തിലെ പരമോന്നതമായ ആ ജീവിവർഗത്തെയാണ് ദൈവമായി ബൈബിൾ വെളിപ്പെടുത്തുന്നത്. നമ്മളെല്ലാവരെയും നിർമ്മിച്ചവൻ, നമ്മുടെ എല്ലാവരുടെയും ഉടമസ്ഥൻ, ഈ കാണായ പ്രപഞ്ചത്തെ മുഴുവനും നിയന്ത്രിക്കുന്ന ദൈവം. ഈ ദൈവമാണ് സത്യദൈവം എന്ന് പറയുന്നത്. ഇനി മനുഷ്യൻ ഒന്നാണ് എന്ന് നമ്മൾ പറയുന്നു, അല്ലേ? നമ്മളെല്ലാവരും ആരാണ്? ഒന്നാണ്. നമുക്ക് ഓരോരുത്തർക്കും വ്യക്തിത്വം വേറെയുണ്ട്, പേരുകളും ഉണ്ടാവും. പക്ഷേ മനുഷ്യർ എന്ന നിലയിൽ നമ്മളെല്ലാവരും ഒന്നാണ്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത്, സ്വർഗത്തിൽ നിന്ന് വരുന്ന ഒരു മാലാഖയ്ക്ക് എന്നെ കണ്ടാലും, ഒരു സായിപ്പിനെ കണ്ടാലും, ഒരു നീഗ്രോയെ കണ്ടാലും അദ്ദേഹത്തിന് പറയാം, ഞാൻ മനുഷ്യനെ കണ്ടു എന്ന് പറയാം. മനുഷ്യൻ ഒന്നാണ്. പറഞ്ഞു മനസ്സിലായോ? നമ്മിൽ അപ്പോൾ തന്നെ എന്തുണ്ട്? ആളുകൾ ഒത്തിരിയുണ്ട്, വ്യക്തികൾ പലതുണ്ട്. എന്നാൽ ദൈവത്തെ സംബന്ധിച്ച് ബൈബിൾ പറയുന്നത് വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. അതിനൊരു ചെറിയ നിർവചനമായിട്ട് ഞാൻ പറഞ്ഞാൽ, സത്താപരമായി ദൈവമേകന. സത്താപരമായി ദൈവമേകന. സംഖ്യാപരമായി 3 വ്യക്തികളാണ്. ഇതാണ് ദൈവത്തെക്കുറിച്ച് ബൈബിൾ പറയുന്നത്. സത്താപരം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നിങ്ങൾ ആപ്പിൾ കണ്ടിട്ടുണ്ട്, മുന്തിരിങ്ങ കണ്ടിട്ടുണ്ട്, ഓറഞ്ച് കണ്ടിട്ടുണ്ട്. ആപ്പിളിനെ ആപ്പിളാക്കുന്ന എന്താ? അതിന്റെ നിറമാണോ? 3 വലിപ്പത്തിലും 3 നിറത്തിലുമുള്ള 3 ആപ്പിൾ കൊണ്ടുവന്നാൽ നിങ്ങൾ എന്ത് പറയും? ഇത് ആപ്പിളാ, ഇത് തക്കാളിക്കാണെന്ന് പറയുമോ? 3 ആപ്പിളാണ്, അല്ലേ? 3 ആപ്പിളാ. ആപ്പിളിനെ ആപ്പിളാക്കുന്ന, മുന്തിരിയാക്കുന്ന, തേങ്ങയെ തേങ്ങയാക്കുന്ന അതിൻ്റെ സത്ത, സബ്സ്റ്റൻസ്, എസൻസ് എന്നൊക്കെ നമുക്ക് വിശേഷിപ്പിക്കാവുന്ന, അതാണ് അതിൻ്റെ പിൻപിലുള്ള അതിൻ്റെ ഘടകം എന്ന് പറയുന്നത്. അതാണ് സത്ത. സത്താപരമായി ദൈവം ഏകനാണെന്ന് പറഞ്ഞാൽ, അല്ലെ മുന്തിരി ഏകമാണെന്ന് പറഞ്ഞാൽ, എല്ലാ മുന്തിരിങ്ങയിലുമുള്ള സത്ത ഒന്ന് തന്നെയാണ്. പറഞ്ഞ മനസ്സിലായോ? ചിലപ്പോൾ അത് ചെറുതായിരിക്കാം, നിറത്തിൽ അല്പം വ്യത്യാസം ഉണ്ടായിരിക്കാം. പക്ഷെ സത്താപരമായി മുന്തിരിങ്ങ എന്ന് പറഞ്ഞാൽ അതാണ്. പറഞ്ഞ മനസ്സിലായോ? ആപ്പിൾ എന്ന് പറഞ്ഞാൽ ഇതാ, ഓറഞ്ച് എന്ന് പറഞ്ഞാൽ ഇതാ, കുതിര എന്ന് പറഞ്ഞാൽ ഇതാ. അതിൻ്റെ സത്തയാണ് അതിനെ ആ ജീവിയാക്കിയോ ആ പഴമാക്കിയോ വർഗമാക്കിയോ മാറ്റുന്നത്. ദൈവത്തിനുമുണ്ട് ഈ സത്ത. പറഞ്ഞ മനസ്സിലായോ? ആ സത്താപരമായി ദൈവം ഒന്നാണ്, പല സത്തകളില്ല. മനുഷ്യനും പല സത്തകളില്ല. നമ്മളെല്ലാം ആരാണ്? ഒന്നാണ്, ഒരേ സത്ത. പറഞ്ഞ മനസ്സിലായോ? അതുകൊണ്ടാണ് നമ്മൾ ഒന്നാണെന്ന് പറയുന്നത്. എൻ്റെ മൂല്യവും നിങ്ങളുടെ മൂല്യവും ഒന്നാണ്. എന്നെ മനുഷ്യനാക്കുന്നത് തന്നെയാണ് നിങ്ങളെ മനുഷ്യരാക്കുന്നത്, വേറെ ഒന്നുമല്ല. അല്ലാതെ വന്നു കഴിഞ്ഞാൽ അത് പലതരം മനുഷ്യരായി പോകും. പറഞ്ഞു മനസ്സിലായോ? പലതരം മനുഷ്യരായി പോകും. അങ്ങനെയില്ല. ഇതാണ് സത്ത എന്ന് പറയുന്നത്. അതുപോലെ ദൈവം സത്താപരമായി ഏകനാണ്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും, ഈ 3 ആളുകളും സത്തയിലാണൊന്ന്. എന്നാൽ സംഖ്യാപരമായി 3 വ്യക്തികൾ തന്നെയാണ്. പിതാവുണ്ട്, ഇല്ലേ? ഉണ്ടോ ഇല്ലയോ? പറയൂ. ഉണ്ട്. പുത്രനുണ്ടോ? പുത്രനുണ്ട്. പരിശുദ്ധാത്മാവോ? പരിശുദ്ധാത്മാവും ഉണ്ട്. വേദപുസ്തകം പറയുന്ന ഈ 3 ആളുകളും വ്യതിരിക്തരാണ്. വ്യതിരിക്തർ എന്ന വാക്ക് നിങ്ങൾക്ക് മനസ്സിലാവുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്ന് പറഞ്ഞാൽ ഈ 3 ആളും ഒന്നിൽ നിന്ന് വ്യത്യസ്തമായ ഒരാൾ. പിതാവല്ല പുത്രൻ,
വേദപുസ്തകത്തിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാൻ സാധിക്കും. പിതാവല്ല പുത്രൻ. യേശു എന്താ പറയുന്നത്? ഞാനും എൻ്റെ പിതാവും. പിതാവിൻ്റെ പ്രവൃത്തി എൻ്റെ പ്രവൃത്തി. പിതാവേ നിന്റെ ഇഷ്ടം എൻ്റെ ഇഷ്ടം, അല്ലേ? അപ്പോൾ വ്യതിരിക്തരാണ്. അപ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് ആരാ? പരിശുദ്ധാത്മാവ് ദൈവമാണ്. ഈ പിതാവുമല്ല പുത്രനുമല്ല പരിശുദ്ധാത്മാവ്. മനസ്സിലായോ? വേറൊരാളത്വമാണ്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ഞാൻ പോയതിനു ശേഷം പരിശുദ്ധാത്മാവ് എന്ന മറ്റൊരു കാര്യസ്ഥനെ. അങ്ങനെ ഒരു പദം കൂടെ ഉണ്ടോ അവിടെ? യേശുവും കാര്യസ്ഥനാ, അല്ലെ? യേശുവിനെ കാര്യസ്ഥനെന്ന് ബൈബിൾ പറയുന്നുണ്ടല്ലോ. പക്ഷേ മറ്റൊരു കാര്യസ്ഥനെ അയക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ മൂന്നാളുകളും വ്യതിരിക്തരാണ്, മൂന്നാളുകളും യാഥാർത്ഥ്യമാണ്, മൂന്നാളുകളിലും ദൈവത്തിൻ്റെതായ എല്ലാ ഗുണലക്ഷണങ്ങളും ഉണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ദൈവത്തെ ദൈവമാക്കുന്ന സ്വഭാവങ്ങൾ എന്താണോ അതെല്ലാം ഈ മൂന്നാളുകൾക്കും. വേദപുസ്തകത്തിൽ നമുക്കത് കൃത്യമായി തെളിയിക്കാനായിട്ട് സാധിക്കും. പിതാവ് നിത്യനാണ്. പുത്രനോ? പുത്രനും നിത്യനാ. പരിശുദ്ധാത്മാവോ? നിത്യാത്മാവെന്ന് തന്നെ നമ്മൾ വായിക്കല്ലേ, അല്ലേ? മൂന്നുപേരും നിത്യരാ, മൂന്നുപേരും സർവശക്തരാ. പറഞ്ഞു മനസ്സിലായോ? മൂന്ന് പേർക്കും അവരിലുള്ള സ്വഭാവങ്ങൾ സമതുല്യമാണ്. സത്തയിൽ അവരൊന്നാണ്. ഇതാണ് ബൈബിൾ പറയുന്നത്. അപ്പോൾ തന്നെ ഈ മൂന്ന് ആളുകളും പ്രവൃത്തിപരമായിട്ടൊക്കെ വ്യതിരിക്തരാണ്. മൂന്നായിട്ട് തന്നെ നിലകൊള്ളുകയാണ്. പറഞ്ഞു മനസ്സിലായോ? ഇതാണ് ബൈബിൾ ദൈവത്തെക്കുറിച്ച് പറയുന്നത്. സത്തയിൽ ഒന്നായിരിക്കുന്നു, സംഖ്യാപരമായി മൂന്നാളുകളായിരിക്കുന്നു. അങ്ങനെ ദൈവത്തെ നമ്മൾ മനസ്സിലാക്കണം. ഇനി വളരെ വേഗം അതിന് 2-3 തെളിവുകൾ കൂടെ പറഞ്ഞ് ഞാൻ ആ ഭാഗം, തൃത്വം എന്നുള്ള വിഷയം നമ്മളിപ്പോൾ പറയുന്നില്ല. വളരെ വിശാലമായ വിഷയമാണ്, അതിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നില്ല. അതിൻ്റെ ആവശ്യമില്ല, നമ്മൾ ഒരിക്കൽ പഠിച്ചതാണ്. എന്നാൽ ഈ വിഷയം നിങ്ങളുടെ മനസ്സിലൊന്ന് ഓർപ്പിച്ചുണർത്തി പോകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. വേദപുസ്തകത്തിൽ ദൈവത്തിൽ ഒരു ബഹുത്വം, ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഓർക്കണം, ദൈവം എന്ന് കേൾക്കുമ്പോഴേ അത് പിതാവാണ് എന്ന ചിന്ത നിങ്ങളുടെ മനസ്സിൽ വരാൻ പാടില്ല. അത് പുത്രനാണെന്നുള്ള ചിന്തയും മനസ്സിൽ വരാൻ പാടില്ല. പരിശുദ്ധാത്മാവ് എന്ന ചിന്തയും വരാൻ പാടില്ല. അത് ശരിയായിട്ട് നമ്മൾ മനസ്സിലാക്കാൻ കഴിയേണ്ട ഒരു കാര്യമാണ്. വേദപുസ്തകം നമ്മൾ പരിശോധിക്കുമ്പോൾ ദൈവത്തിൽ ഒരു ബഹുത്വം നമുക്ക് കാണാം, അല്ലെ? ഒരു ബഹുത്വം. ഞാൻ എൻ്റെ നോട്ടിൽ അത്തരത്തിലുള്ള 26-27 കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. 1-2 വേഗത്തിൽ നിങ്ങളോട് പറയാം. ഉൽപ്പത്തി 1:1 നമ്മൾ വായിക്കുന്നത്, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ആ ബൈബിൾ വചനം തുടങ്ങുന്നത് തന്നെ എബ്രായ ഭാഷയിൽ എലോഹിം എന്ന് പറഞ്ഞുകൊണ്ടാണ്. എലോഹിം എബ്രായ പദമാണ്. എലോഹിം. ഏൽ എന്നൊരു പദമുണ്ട്, അത് ദൈവം എന്നാണ് അതിൻ്റെ അർത്ഥം. അതിനകത്ത് ഒരു ബഹുത്വം ഇല്ല, അത് സിംഗുലറാണ്, ഏകവചനമാണ്. ഏൽ. എലോഹ എന്നൊരു പദമുണ്ട്. ആ പദം 2 ആളുകളുണ്ടെങ്കിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു പദമാണ്, ഒന്നിലധികമാണ്. എന്നാൽ 2-ന് മേളിൽ വരുമ്പോഴാണ് എപ്പോഴും എലോഹിം എന്ന പദം ഉപയോഗിക്കുന്നത്. അതൊരു ബഹുവചനമാണ്, ബഹുവചനമാണ്. അപ്പൊ നിങ്ങൾ ചോദിക്കും, അപ്പോൾ എലോഹിം എന്നുള്ളത് ദൈവം എന്നാണ് അതിൻ്റെ അർത്ഥമെങ്കിൽ എലോഹിം ബഹുവചനം പറയുമ്പോൾ ദൈവങ്ങൾ എന്ന് പറയണ്ടേ? ശരിയല്ലേ? പക്ഷെ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ദൈവത്തിന് മാത്രം ഒരു പ്രശ്നം. ദൈവങ്ങൾ എന്ന് വന്നു കഴിയുമ്പോൾ മനുഷ്യ സങ്കല്പത്തിൽ ഒരുപാട് ദൈവങ്ങളുണ്ട്. അപ്പോൾ ഒരു ബഹുത്വം, ഒരു എന്താ പറയുന്നത്, ഒരു തെറ്റായ ദൈവങ്ങൾ അതിൻ്റെ ഇടയിൽ കയറി വരാനുള്ള സാധ്യതയുണ്ട്. അതാണ് ഒരിക്കലും ബൈബിളിൽ ദൈവങ്ങൾ എന്ന ആ വാക്ക് അങ്ങനെ തന്നെ പരിഭാഷപ്പെടുത്താത്തത്. എന്നാൽ എബ്രായ ഭാഷയിൽ എന്താണ്? കൃത്യമായിട്ട് എലോഹിം എന്ന് തന്നെയാണ്. ഇനി അത് ഒന്ന് വ്യക്തമാക്കാൻ വേണ്ടി ഞാൻ പറയാം. സൃഷ്ടികർമ്മം നിർവഹിക്കുന്ന ആളുകളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നത് അനേക സ്ഥലങ്ങളിൽ നമ്മൾ കാണുന്നു, പിതാവ് സൃഷ്ടിച്ചു. യോഹന്നാന്റെ സുവിശേഷം 1-ലും
കൊലോസ്യ ലേഖനം 1 നമ്മൾ വായിക്കുന്നത് പുത്രൻ മുഖാന്തരം സകലതും സൃഷ്ടിക്കപ്പെട്ടു. യോഹന്നാന്റെ സുവിശേഷം പറയുന്നത് 1:3 വായിക്കുന്നത് ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. യാതൊന്ന് സൃഷ്ടിക്കപ്പെട്ടതായിട്ടുണ്ടോ അതെല്ലാം സൃഷ്ടിച്ചതാരാണ്? പുത്രനാണ്. അവനെ കൂടാതെ ഉളവായത് അല്ല. ഇനി യോബ് പറയുന്നു ദൈവത്തിന്റെ ആത്മാവെന്നെ സൃഷ്ടിച്ചു, അല്ലെ? അപ്പം പിതാവും സൃഷ്ടാവാണ്, പുത്രനും സൃഷ്ടാവാണ്, പരിശുദ്ധാത്മാവും സൃഷ്ടാവാണ്. മലയാളത്തിൽ സ്രഷ്ടാവ് എന്ന് പറയുന്നതാണ് ഭാഷാപരമായിട്ട് ശരി. എല്ലാവരും സൃഷ്ടാവ് എന്ന് പറയുന്നത് തെറ്റാണ്. സ്രഷ്ടാവ്. ഓക്കെ. അപ്പോൾ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും സ്രഷ്ടാവാണ്. ഇനി മനുഷ്യനെ സൃഷ്ടിക്കുന്നതിനോടുള്ള ബന്ധത്തിൽ പറയുന്നത് എന്താ പറയുന്നത്? നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യനുണ്ടാക്കുക. ഇത് ആരോടാ പറഞ്ഞത്? യഹോവയുടെ സാക്ഷികൾ പറയും അത് യഹോവയായ ദൈവം താൻ ആദ്യം സൃഷ്ടിച്ച തൻ്റെ ആദ്യ പുത്രനായ യേശുവിനോടാണ് പറഞ്ഞത്. അതിന് മുമ്പ് അവർ പറഞ്ഞുകൊണ്ടിരുന്നത് മാലാകമാരോട് ആരോടെ പറഞ്ഞതാണ്. ആദ്യത്തോടെ റസൽ അങ്ങനെയാണ് പഠിപ്പിച്ചത്. റസലിന് ശേഷം വന്ന റൂദർഫോർഡാണ് അത് തിരുത്തി പറഞ്ഞത്. ഈ ആദ്യ പുത്രനോടാണ് അങ്ങനെ പറഞ്ഞത്. ആദ്യം ഏറ്റവും ആദ്യം തുടങ്ങി വെച്ചത് അതൊരു പൂജകനാമമായിരുന്നു എന്നാണ്. പക്ഷേ എബ്രായ എഴുത്തുകളിൽ അങ്ങനെയൊന്നില്ല എന്നവർ മനസ്സിലാക്കിയപ്പോൾ അവരത് തിരുത്തി അല്ലേ ഇങ്ങനെ പോവുകയാണ്. ഞാനത് പറഞ്ഞത് നാം നമ്മുടെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും മനുഷ്യനെ ഉണ്ടാക്കുക. മനുഷ്യൻ പാപം ചെയ്തപ്പോൾ ദൈവം പറയാണ് നന്മതിന്മകളെ തിരിച്ചറിയുവാൻ അവൻ നമ്മിൽ ഒരുത്തനെ പോലെയായി. അപ്പൊ നമ്മിൽ ആരുണ്ട്? പലരുണ്ട്, അല്ലെ? ഒരുത്തനെ പോലെയായി. ഇങ്ങനെ വേദപുസ്തകത്തിന്റെ ചരിത്രത്തിൽ അനേകം തവണ ഈ ബഹുവചനം നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഈ ബഹുത്വം അത് 2 നിൽക്കുന്നില്ല, 4 പോകുന്നുമില്ല. മനസ്സിലായോ? 2 അവസാനിക്കുന്നില്ല, 4 കയറുന്നുമില്ല, കൃത്യം 3 വന്ന് നിൽക്കുന്നു. അതുകൊണ്ടാണ് മൂവര് എന്ന് പറയുന്നത്. ആ മൂവർ എന്ന ആശയത്തെ വെളിപ്പെടുത്താൻ ഉണ്ടായ ഒരു പദമാണ്, ഒരു സാങ്കേതിക പദമാണ് തൃത്വം എന്ന പദം. അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഞാനിപ്പോൾ പോകുന്നില്ല. തൃത്വം എന്ന പദം പുതിയ നിയമത്തിൽ അനേക ഇടങ്ങളിൽ പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും കാണാം. ഒരേ സമയം കാണാം. യേശു സ്നാനപ്പെടുന്ന സമയം നോക്കുക, പിതാവ് സ്വർഗത്തിൽ നിന്ന് സംസാരിക്കുക, അല്ലെ? ഒരു മായക്കാഴ്ചയൊന്നുമല്ല. പിതാവ് സ്വർഗത്തിൽ നിന്ന് പറയുക ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവരിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. പുത്രനോ മനുഷ്യനായി വെള്ളത്തിൽ നിന്ന് സ്നാനം സ്വീകരിച്ച് കരയിൽ കയറി നിൽക്കുക. പരിശുദ്ധാത്മാവ് പ്രാവ് എന്ന പോലെ അവൻ്റെ മേൽ ഇറങ്ങി ആവസിക്കുക, അല്ലെ? 3 വ്യക്തികളെ വേദപുസ്തകത്തിന്റെ പുതിയ നിയമത്തിലെ എല്ലാ പുസ്തകങ്ങളിലും ഈ 3 ആളുകളെ നമ്മൾ വ്യക്തമായി കാണുന്നു. 3 ആളുകൾ തന്നെയാണ്. ആരാണ്? 3 ആളുകൾ തന്നെയാണ് ദൈവം. പക്ഷെ സത്താപരമായിട്ട് ഒരാളല്ല, ഒന്നാണ്, ഏകനാണ്. അതാണ് നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത്. ഇനി ഈ 3 ആളുകളും എങ്ങനെയാണ് ഒന്നായിരിക്കുന്നത്? ഞാൻ പറഞ്ഞു, സത്താപരമായിട്ട് ഐക്യതയിൽ അവരൊന്നായിരിക്കുന്നു. കർത്താവിന്റെ പ്രാർത്ഥന യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം ശ്രദ്ധിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത് എന്താണ്? അവിടെ നമ്മൾ കാണുന്നത് പിതാവേ ഞാനും നീയും ഒന്നായിരിക്കുന്നത് പോലെ ഇവരും ഐക്യതയിൽ തികഞ്ഞവരാകാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പം നമ്മളെങ്ങനെ ഒന്നായിരിക്കുന്നത്? ഐക്യതയില്ല, ഒരു തികഞ്ഞ ഐക്യതയിൽ. ഇനി ഞാൻ നിങ്ങളോട് അല്പം യുക്തിപരമായിട്ട് സംസാരിക്കാം. ശ്രദ്ധിക്കണം. യഹോവയുടെ സാക്ഷികൾ പറയും തൃത്വം യുക്തിക്ക് നിരക്കുന്നതല്ല. ലോകത്തിൽ ബൈബിളിലല്ലാതെ മറ്റൊരു ഗ്രന്ഥങ്ങളിലും മറ്റൊരു ആശയങ്ങളിലും ദൈവം 3 വ്യക്തികളാണെന്ന് പഠിപ്പിക്കുന്നില്ല.
ചില മതങ്ങൾ ബഹുദൈവത്തിൽ വിശ്വസിക്കുന്നവരാണ്, മറ്റു ചിലര് ഒറ്റ മൂർത്തിയിൽ വിശ്വസിക്കുന്നവരാണ്. ഇത് രണ്ടും പ്രശ്നമാണ്. ബഹുദൈവ സങ്കല്പം പ്രശ്നമാണ്. കാരണം ഒന്നിനോട് പൊരുത്തപ്പെടുകയില്ല. നമുക്കിത് മൈക്ക് വരാൻ പാടില്ലാത്ത ഒരു വാചകം. മറ്റൊന്ന്, ഒറ്റമൂർത്തി സങ്കല്പം. ഒരു ഏകാധിപതിയായിട്ട് അങ്ങ് ആകാശത്തിന്റെ ഏതോ തിരുമുറ്റത്തൊരു സിംഹാസനം ഇട്ട ഒരാളിരിക്കുകയാണ്. സങ്കല്പമാണ്, ഏകാധിപതിയാ. നമ്മുടെ ഉത്തര കൊറിയയിലെ പുള്ളിയെ പോലെ എന്തും ചെയ്യും, എന്ത് തോന്നിവാസവും ചെയ്യാം. അങ്ങനെ ദൈവത്തെ സങ്കല്പിക്കുന്ന ആളുകളുണ്ട്. ആ ദൈവം ചെയ്യുന്ന എല്ലാ നീതിയും ന്യായവും ദൈവത്തിൻ്റെതാണ്, വേറെ ആർക്കും ചോദ്യം ചെയ്യാനുള്ള അധികാരമല്ലേ. ഇതാണ് ഒറ്റമൂർത്തി സങ്കല്പങ്ങളുടെ അപജയം. എന്നാൽ വേദവസം അങ്ങനെയല്ല പഠിപ്പിക്കുന്നത്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും അടങ്ങുന്ന ഒരു സ്നേഹ കുടുംബമാണ് ദൈവം. പറഞ്ഞ മനസ്സിലായോ? ഒന്ന് ഓർത്ത് നോക്കിക്കേ. ഇനി ഞാൻ നിങ്ങളോട് പറഞ്ഞ പോലെ അല്പം യുക്തിപരമായിട്ട് പറയാം. നിങ്ങൾ ശ്രദ്ധിക്കുക. യേശുവിൻ്റെ പ്രാർത്ഥനയിൽ യേശു യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ ഒരു പ്രാവശ്യം പിതാവിനെ സംബോധന ചെയ്തത് നീതിയുള്ള പിതാവേ എന്നാണ്. മറ്റൊരു പ്രാവശ്യം യേശു സംബോധന ചെയ്തു പരിശുദ്ധ പിതാവേ. ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, ദൈവം നീതിയുള്ളവനാണെന്ന് ആര് പറഞ്ഞു? ദൈവം പരിശുദ്ധനാണെന്ന് ആര് പറഞ്ഞു? നമ്മളെല്ലാവരും പറയുന്നുണ്ടല്ലേ. നമ്മൾ പറയുന്ന ഈ പുസ്തകത്തിൽ നിന്നാണ്. അല്ലാതെ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ ദൈവം പരിശുദ്ധനാണെന്ന്? ആരെങ്കിലും പോയവരുണ്ടോ, കണ്ടവരുണ്ടോ? ഇനി അഥവാ കണ്ടെന്ന് കൂട്ട്, ദൈവത്തെ കണ്ടു, ദൈവത്തിന്റെ പരിശുദ്ധിയൊക്കെ ഞാൻ മനസ്സിലാക്കി, അങ്ങനെ മനസ്സിലാക്കിയാലും എന്നെക്കാളും പരിശുദ്ധനാണെന്നല്ലേ പറയാൻ പറ്റുള്ളൂ. അങ്ങനെയല്ലേ നമ്മൾ പരിശുദ്ധി അളക്കുന്നേ. തങ്കച്ചാൻ എന്നെക്കാളും വിശുദ്ധനാ എന്നെനിക്ക് പറയാൻ പറ്റും. പക്ഷെ അദ്ദേഹം വിശുദ്ധനാണെന്ന് പറയാൻ ഞാൻ ആരാ? എനിക്കറിയാൻ പാടുള്ളൂ, മനുഷ്യനെ തന്നെ, ഇല്ലേ? പക്ഷെ ഇവിടെ നോക്ക്, ദൈവം പരിശുദ്ധനാണെന്ന് ആർക്ക് പറയാൻ പറ്റും? ആര് സാക്ഷ്യപ്പെടുത്തണം? ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങളത്? ദൈവം നീതിമാനാണെന്ന് ദൈവത്തെ ആരാണ് സാക്ഷ്യപ്പെടുത്തേണ്ടത്? നമ്മൾ സാക്ഷ്യപ്പെടുത്തി എങ്ങനെ ശരിയാവും? നമ്മുടെ പ്രശ്നം അതാ. നമുക്ക് എങ്ങനെ സാക്ഷ്യപ്പെടുത്താൻ പറ്റും? അവിടെ ചില പ്രശ്ന ഉത്തരവുണ്ടെന്നേ. വിശ്വാസത്താൽ നമ്മൾ പറയുന്നു ഒക്കെ ശരി, നമ്മളെല്ലാം വിശ്വാസമാണല്ലോ, ഇതെല്ലാം വിശ്വാസമാണല്ലോ. പ്രശ്നം ഇതാണ്, ദൈവം പരിശുദ്ധനാണെന്ന് ആര് പറഞ്ഞു? യേശു പിതാവിനെ വിളിക്കുക പരിശുദ്ധ പിതാവേ എന്ന് പറഞ്ഞാൽ പിതാവ് പരിശുദ്ധനാണെന്ന് പുത്രനറിയാം. എങ്ങനെ അറിയാം? പുത്രൻ ദൈവമായതുകൊണ്ട്. പറഞ്ഞു മനസ്സിലായോ? ഞാൻ പറഞ്ഞു വരുന്നത്, ദൈവത്തിന്റെ തലത്തിലും നിലവാരത്തിലുമുള്ള ഒരാൾക്ക് മാത്രമേ ദൈവം പരിശുദ്ധനാണോ അല്ലയോ എന്ന് പറയാൻ കഴിയുള്ളൂ. നമ്മളൊക്കെ പറയുന്നത് കേട്ട് കേൾവി നമ്മുടെ ഭയവും കൊണ്ടാ. അല്ലേ? അതെന്നെ, നമ്മൾ മനുഷ്യരാണെന്ന്. മനുഷ്യർക്ക് ചെന്നേച്ച് ദൈവത്തിന്റെ നീതി ഒന്നും അളക്കാൻ പറ്റിയല്ലോ. പറ്റുമോ? ദൈവത്തിന്റെ പരിശുദ്ധി അളക്കാൻ പറ്റുമോ? യോബിനോട് ചോദിച്ചു, നിനക്ക് എന്റെ സമ്പൂർത്തിയെക്കുറിച്ച് എന്തറിയാം? ഉത്തരം മുട്ടിപ്പോയില്ലേ? ആണോ അല്ലയോ? യോബിന് പോലും പറ്റിയല്ലായിരുന്നു. ഒരു മനുഷ്യനെ കൊണ്ട് സത്യമല്ല. എന്നാൽ യേശു പറയുന്നു പരിശുദ്ധ പിതാവേ എന്ന് പറയുമ്പോൾ യേശുവിനറിയാം ദൈവം പരിശുദ്ധനാണെന്ന്. ആ തലത്തിലുള്ള ഒരാളാണ്. ഉദാഹരണത്തിന്, ഒരു മനുഷ്യന്റെ ശരി തെറ്റുകളെ തിരിച്ചറിയാൻ ഒരു മനുഷ്യന് മാത്രമേ പറ്റുള്ളൂ. ശരിയാണോ? ശരിയല്ലേ? ഒരു മനുഷ്യനെ പറ്റുള്ളൂ. നമ്മുടെ വീക്ഷണത്തിലാണ് അത് ശരി ഇത് തെറ്റ് എന്നൊക്കെ നമ്മൾ പറയുന്നു. ഇതുപോലെ തന്നെ ദൈവത്തെ തിരിച്ചറിയാനും
ദൈവത്തെ വെളിപ്പെടുത്താനും ദൈവത്തിന് മാത്രമേ പറ്റൂ. അതുകൊണ്ടാണ് യേശു പരിശുദ്ധ പിതാവേ എന്ന് പറഞ്ഞത്, നീതിയുള്ള പിതാവേ എന്ന് പറഞ്ഞത്. ലോകത്തിൽ ഒരു മതത്തിലും ദൈവത്തെ ദൈവമായി അറിഞ്ഞുകൊണ്ട് വെളിപ്പെടുത്തുന്ന ഒരു സംവിധാനമില്ല. എല്ലാം മനുഷ്യന്റെ ചിന്തയുടെ അടിസ്ഥാനത്തിൽ പറഞ്ഞിരിക്കുകയാണ്. ദൈവം പരിശുദ്ധനാണ് അല്ലെന്നല്ല ഞാൻ പറയുന്നത്, ദൈവം പരിശുദ്ധനാണെന്ന് ആര് പറഞ്ഞു എന്നാണ് ഞാൻ ചോദിച്ചത്. അത് പറയാൻ വെളിപ്പെടുത്താൻ യോഗ്യതയുള്ള ഒറ്റയാളേ ഉള്ളൂ, അത് ദൈവം തന്നെ ആയിരിക്കണം. പുത്രൻ ആ ദൈവസ്ഥാനത്ത് നിന്നുകൊണ്ടാണ് പറയുന്നത് പരിശുദ്ധ പിതാവേ. പുത്രൻ പരിശുദ്ധനാണെന്ന് പിതാവിനറിയാം. അതുകൊണ്ട് വേദപുസ്തകം പറയുന്നത് ദൈവം സത്യവാനാണ്, അല്ലേ? ദൈവം യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ ദൈവം തന്നെ വെളിപ്പെടുത്തിയിരിക്കുന്ന സത്യവാൻ. യേശുക്രിസ്തു പറഞ്ഞു, സത്യവാനായ ദൈവം എന്നെ അയച്ചു. അയച്ചവൻ സത്യവാനാണ്. അയക്കപ്പെട്ട പുത്രനോ? പുത്രൻ സത്യവാനാണ്. ഇനി അയക്കപ്പെടാനിരിക്കുന്നവനോ? പരിശുദ്ധാത്മാവ് എന്ന സത്യാത്മാവ്. 3 പേരും സത്യവാന്മാരാ, 3 പേരും നീതിമാന്മാരാ, 3 പേരും പരിശുദ്ധരാണ്, 3 പേരും സർവശക്തരാണ്. ഞാൻ പറഞ്ഞ മനസ്സിലായോ? ഇതാണ് തൃത്വം എന്ന് പറയുന്നത്. അതിൽ കൂടുതൽ ഇപ്പോൾ വിശദീകരിക്കാനായിട്ട് നിർവാഹമില്ല. അതുകൊണ്ട് 3 ആളുകൾ തന്നെയാണ് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും. 3 വ്യക്തികൾ, 3 വ്യക്തികൾ. ഒരു ഇരിപ്പിടം, ഒരു സിംഹാസനം. ആ സിംഹാസനത്തിൽ 3 ഇരിപ്പുകാരുണ്ട്. എങ്ങനെ മനസ്സിലാക്കാം? ചിന്തിച്ചിട്ടുണ്ടോ അത്? വെളിപാട് പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, സിംഹാസനത്തിന്റെ നടുവിൽ ആരായിരിക്കുന്നത്? സിംഹാസനത്തിന്റെ നടുവിൽ ആരായിരിക്കുന്നത്? കുഞ്ഞാട്. കുഞ്ഞാടെന്ന് പറഞ്ഞ ആരാ? അത് തർക്കമുണ്ട് യേശു ആണെന്നുള്ളതിന്? ഇല്ലല്ലോ. കുഞ്ഞാട് യേശുക്രിസ്തുവാണ്. യേശുക്രിസ്തു എവിടെ പോയി ഇരുന്നെന്നാ ബൈബിൾ പഠിപ്പിക്കുന്നത്? പിതാവിന്റെ മടിയിലിരുന്ന് ഇങ്ങോട്ട് വന്നെന്നാ പറഞ്ഞത്. അവിടെ പോയി തിരിച്ചു പോയി ഇരുന്നത് വലതുഭാഗത്ത്, അങ്ങനെയല്ലേ പറഞ്ഞത്? അപ്പൊ ഇതൊന്ന് കൂട്ടി വായിച്ചു നോക്കിയേ. പിതാവിന്റെ വലതുഭാഗത്ത് പോയിരുന്നു. വെളിപാട് പുസ്തകത്തിൽ കാണുന്നത് സിംഹാസനത്തിന്റെ നടുവിലാണ് കുഞ്ഞാട്. അപ്പോൾ നടുവിലിരിക്കണമെങ്കിൽ ഒരാളും കൂടെ അരികി വേണ്ടേ? ഒരാൾ വലത്തുണ്ടല്ലോ, വലത്തൊരാൾ ഇരിക്കുന്നു, അത് പിതാവാണ്. അല്ല, പുത്രൻ, പിതാവിന്റെ വലത്ത് പുത്രൻ ഇരിക്കുന്നു. പുത്രൻ നടുവിലാകണമെങ്കിൽ ഒരാളും കൂടെ ഇരിക്കണം. വളരെ ക്ലിയർ ആണ്. സ്വർഗത്തിലെ സിംഹാസനത്തിൽ 3 ഇരിപ്പുകാരാണ്. നമ്മുടെ ചിന്ത എന്ന് പറയുന്നത് നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കുന്ന കസേരയാണ് നമ്മുടെ മനസ്സിൽ വരുന്നത്. ഞാൻ പറഞ്ഞ മനസ്സിലായോ? അതാ നമ്മുടെ പ്രശ്നം, അല്ലേ? ഇനി നോക്കി, നമ്മുടെ സുപ്രീം കോടതിയിലെ ജഡ്ജിമാർ. പണ്ടൊരിക്കൽ ഒരു ചോദ്യം വന്നു, ഇതിൽ സുപ്രീം കോടതിയിലെ പ്രധാന ജഡ്ജി ആരാണ്? അങ്ങനെ ഒരു പദവിയുണ്ട്, ചീഫ് ജസ്റ്റിസ്, അല്ലെ? വലിയൊരു കോളിളക്കം സൃഷ്ടിച്ച ഒരു കാര്യമാണ്, ആരായിരിക്കണം. അപ്പൊ അദ്ദേഹത്തിന്റെ റോൾ എന്താ? അന്ന് അതിനൊരു നിർവചനം പറഞ്ഞു, എല്ലാവരും തുല്യരാണ്, അല്ലെ? അതിൽ ഒരാളുടെ വിധി ആര് വിധിക്കുന്നതായിട്ടാ പറയുന്നത്? പറഞ്ഞേ. സുപ്രീം കോടതിയുടെ വിധിയായിട്ടാണ് വരുന്നത്. ഒരു ജഡ്ജി ഒരു വിധി പറയുമ്പോഴും സുപ്രീം കോടതിയുടെ വിധിയായിട്ടാണ് പറഞ്ഞത്. ഇനി 3 പേരടങ്ങുന്ന ഒരു ബെഞ്ച് ഒരു വിധി പറയുമ്പോഴും സുപ്രീം കോടതി വിധിച്ചു. അപ്പോ ഈ പ്രധാന ജഡ്ജി ആരാണെന്നറിയാമോ? തുല്യരിൽ ഒന്നാമൻ. എല്ലാവരും തുല്യരാണ്. ആ തുല്യരായ ആ ആളുകളെ നയിച്ചു കൊണ്ടുപോകുന്ന ഒരു മേധാവി. എന്തെങ്കിലും കൂടുതലുണ്ടായിട്ടല്ല, ആ സ്ഥാനത്തിൽ അദ്ദേഹം ഉയർന്നവനാണ്. ഇതാണ് പിതാവിനെ കുറിച്ച് ബൈബിളിൽ നമ്മൾ കാണുന്നത്. യേശു പറഞ്ഞു, പിതാവ് എന്നെക്കാൾ വലിയവനാ. ഏത് കാര്യത്തിലാ? സ്ഥാനീയമായി പിതാവ് പുത്രനേക്കാൾ വലിയവൻ തന്നെയാണ്. സാരാംശത്തിൽ ഞങ്ങൾ തുല്യര് തന്നെയാണ്. ഞാനും പിതാവും ഒന്നാകുന്നു, അതാ സാരാംശത്തിലുള്ള അതാണ്. എന്നാൽ പിതാവ് എന്നെക്കാൾ വലിയവനൊന്നും പറഞ്ഞിട്ടില്ലേ? ഉണ്ടല്ലോ. അത് സ്ഥാനീയമായിട്ടാണ്. ഈ ആളുകളുടെ
ആളുകളെ നയിക്കുന്ന തുല്യരിൽ ഒന്നാമൻ എന്ന നിലയിലാണ്. ബാക്കിയെല്ലാം ഈ മൂന്നാളുകളും സമതുല്യര് തന്നെയാണ്. നമുക്കറിയാം യേശുക്രിസ്തു പിതാവ് ആരെയും ന്യായം വിധിക്കുന്നില്ല. ഉണ്ടോ? ബൈബിൾ എന്താ പറയുന്നത്? പിതാവ് ആരെയും ന്യായം വിധിക്കാതെ ന്യായവിധിയെല്ലാം പുത്രന് ഏൽപ്പിച്ചിരിക്കുന്നു. പക്ഷെ ആ പുത്രന്റെ ന്യായവിധിയെ എല്ലാം അറിയപ്പെടുന്നത് എങ്ങനെയാ? ദൈവത്തിന്റെ ന്യായവിധി എന്നാ, അല്ലെ? പുത്രൻ വിധിച്ചാൽ ആര് വിധിക്കുന്നു? ദൈവം വിധിക്കുന്നു. പിതാവ് എന്നുള്ളതല്ല, പിതാവ് വിധിക്കുന്നില്ലെന്ന്. അത് പുത്രന്റെ ഓഫീസാണ് കൈകാര്യം ചെയ്യുന്നത്. പുത്രനാണ് ന്യായവിധിയുടെ ചുമതലയുള്ളത്. പുത്രനാണ് ന്യായം വിധിക്കുന്നത്. അതുകൊണ്ട് കൊരിന്ത്യർ ലേഖനവും റോമാലേഖനവും നാം ചേർത്ത് വായിക്കുമ്പോൾ ഇങ്ങനെയാണെന്നത് ക്രിസ്തുവിന്റെ ന്യായാസനം. വായിച്ചിട്ടുണ്ടല്ലോ. അതിനെ തന്നെ റോമാലേഖനത്തിൽ പൗലോസ് പറയുന്നത് ദൈവത്തിന്റെ ന്യായാസനം. ദ ജഡ്ജ്മെന്റ് സീറ്റ് ഓഫ് ക്രൈസ്റ്റ്, ജഡ്ജ്മെന്റ് സീറ്റ് ഓഫ് ഗാഡ്. ഒരേ ആ ജഡ്ജ്മെന്റ് സീറ്റിനെ ക്രിസ്തുവിൻ്റെതെന്നും ദൈവത്തിൻ്റെതെന്നും പറഞ്ഞിരിക്കുകയാണ്. വളരെ ക്ലിയറാണ്. അതുകൊണ്ട് തുല്യരായ മൂന്നാളുകൾ, അത് എന്നു മുതൽ ദൈവമുണ്ട് അന്നു മുതൽ ഈ മൂന്നാളുകളുമുണ്ട്. വരുന്ന നിത്യയിലും ആ മൂന്നാളുകൾ തന്നെ ഉണ്ടാവും. വ്യക്തമായ മൂന്നാളുകൾ തന്നെയാണ്. അതാണ് തൃത്വം എന്ന് വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നത്. പോട്ടെ, അത്രയും കാര്യങ്ങൾ ആ വിഷയത്തിൽ നമുക്ക് ചിന്തിച്ചാൽ മതി. ദൈവം സഹായിക്കട്ടെ. ഇനി നമ്മൾ യേശുക്രിസ്തുവിന്റെ ദൈവത്തെക്കുറിച്ചൊക്കെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കുറച്ച് വിശദമായിട്ട് ചിന്തിച്ചതാ. നിങ്ങളുടെ മനസ്സിൽ അതൊക്കെ ഉണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അവരുടെ ഏറ്റവും വലിയ ഒരു വാദം യേശു സൃഷ്ടിയാണ്, ക്രിസ്തുവിനൊരു ആരംഭമുണ്ട് എന്നുള്ളതാണ്. എന്നാൽ വേദപുസ്തകത്തിൽ യേശുക്രിസ്തു പിതാവിന് തുല്യനായ ഒരു വ്യക്തിയായിട്ടാണ് ബൈബിൾ വെളിപ്പെടുത്തുന്നത്. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 22-ാം വാക്യം ഒന്ന് നോക്കിയേ. ആ വാക്യം യഹോസാക്ഷികളുമായിട്ട് സംസാരിക്കുമ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വാക്യമാണ്. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ എല്ലാവരും പിതാവിനെ ബഹുമാനിക്കുന്നത് പോലെ പുത്രനെയും ബഹുമാനിക്കേണ്ടതിന്. അതിന്റെ ആദ്യത്തെ ഒരു വാക്യം എടുത്തോട്ടെ, അതിന്റെ 18-ാമത്തെ വാക്യം ഒന്ന് വായിച്ചിട്ട് നമുക്ക് അതിലേക്ക് വരാം. അങ്ങനെ അവൻ ശബത്തിനെ ലംഘിച്ചത് കൊണ്ട് മാത്രമല്ല, ദൈവം സ്വന്തം പിതാവ് എന്ന് പറഞ്ഞത് തന്നെത്താൻ ദൈവത്തോട് സമമാക്കിയത് കൊണ്ടും യഹൂദന്മാർ അവനെ കൊല്ലുവാൻ അധികമായി ശ്രമിച്ചു വന്നു. യഹൂദന്മാർ യേശുവിനെ കൊല്ലാൻ ശ്രമിച്ചു. അതിന്റെ 2 കാരണങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. ഇതാരാ പറയുന്നത്? യോഹന്നാൻ എന്ന എഴുത്തുകാരൻ പറയുക. ശ്രദ്ധിച്ചോ ആ പ്രയോഗം? യോഹന്നാൻ എന്ന എഴുത്തുകാരൻ പറയുകയാണ്, ദൈവാത്മ പ്രേരിതനായ അദ്ദേഹം പറയുകയാണ്, അങ്ങനെ അവൻ ശബത്തിനെ ലംഘിച്ചത് കൊണ്ട് മാത്രമല്ല, ആ ശബത്തിനെ ലംഘിച്ചപ്പോഴും കല്ലെടുത്തു, അതുകൊണ്ട് മാത്രമല്ല, ദൈവം സ്വന്തം പിതാവ് എന്ന് പറഞ്ഞ് തന്നെത്താൻ ദൈവത്തോട് സമമാക്കി. യേശു ദൈവമാണെന്ന് അവരോട് ആരോടും യേശു പറഞ്ഞില്ല. ശ്രദ്ധിച്ചോ നിങ്ങൾ? ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. യേശു അവരുടെ മുമ്പിൽ പോയി എന്ന് വെച്ചാൽ ഞാനാണ് പിതാവെന്നോ ഞാനാണ് ദൈവമെന്നോ പറഞ്ഞില്ലേ, അല്ലേ? അവര് പിതാവായി കാണുന്ന ദൈവത്തെ യേശുവും എൻ്റെ പിതാവെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാനും പിതാവ് ഒന്നാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവിടെ യേശു പിതാവിനെ സ്വന്തം പിതാവെന്ന് പറഞ്ഞു. അതെന്താ? അതുകൊണ്ട് കല്ലെടുക്കാനല്ല കാര്യം. നമ്മൾ ദൈവത്തെ പിതാവെന്നല്ലേ പറയുന്നത്, അതുകൊണ്ട് ഒരാൾ കല്ലെടുത്ത് എറിയണമെന്നുണ്ടോ? അപ്പൊ എന്തോ ഒരു വ്യത്യാസം അവിടെ ഉണ്ടല്ലേ. കേൾവിക്കാരത്ര ചെറിയ പുള്ളികളൊന്നും അല്ല, യഹൂദന്മാരത്ര നിസാരന്മാരായ ആളുകളല്ല. അവർ കല്ലെടുത്തത് എന്തിനാണെന്നറിയാമോ? യേശു സ്വന്തം പിതാവ് എന്ന് പറഞ്ഞപ്പോൾ ദൈവത്തോട് സമനാക്കി. യേശു ആരാണ് അവരുടെ ധാരണയിൽ? പറയൂ. ഒരു മനുഷ്യനാണ്. യേശു മറിയത്തിന്റെ യോസഫിന്റെയും മകനായ മനുഷ്യനാണ്. ഈ മനുഷ്യൻ വന്നിച്ച് പറയാണ് ഞാനും പിതാവും ഒന്നാകുന്നു, ഞാൻ അവൻ്റെ സ്വന്തം പുത്രനാണ്, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവനാണ്. ആ പരിപാടി അങ്ങനെ വച്ചല്ലേ. അവിടെയാണ് അവർക്ക് പ്രകോപനം ഉണ്ടായത്. ഇവിടെ നമ്മളെപ്പോഴും യേശുക്രിസ്തുവിൻ്റെ ആളത്വം ശരിയായിട്ട് മനസ്സിലാക്കണം. ഞാൻ മനസ്സിലാക്കുന്നത് നമ്മുടെ ആളുകൾ പോലും
പലപ്പോഴും യേശുക്രിസ്തുവിൻ്റെ ആളത്വം മനസ്സിലാക്കുന്നതിൽ തെറ്റിപ്പോയിട്ടുണ്ട്. അത് ഞാൻ വളരെ ലജ്ജയോടും വേദനയോടും കൂടെ പറയുകയാണ്. ആരാണ് യേശു? യേശു കർത്താവിൻ്റെ വാക്കുകൾ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. യേശു പറഞ്ഞു, ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങി വന്നവനാകുന്നു പറഞ്ഞിട്ടുണ്ടല്ലോ. യോഹന്നാന്റെ സുവിശേഷം 8-23 യേശു പറഞ്ഞു, നിങ്ങൾ എല്ലാവരും കീഴെ നിന്നുള്ളവർ, ഞാൻ മേലിൽ നിന്നുള്ളവൻ. പൗലോസ് കൊരിന്ത്യർ ലേഖനത്തിൽ പറയുന്നത്, ഒന്നാം മനുഷ്യനായ ആദം മണ്ണുകൊണ്ടുള്ളവൻ, രണ്ടാം മനുഷ്യൻ സ്വർഗീയൻ. ഇതാണ് വ്യത്യാസം. ദൈവം ഈ പ്രപഞ്ചത്തിൽ 2 മനുഷ്യരെ അവതരിപ്പിച്ചിട്ടുണ്ട്. ഒന്ന് ആദമാണ്. ആദമിനെ ദൈവം മണ്ണുകൊണ്ടാണ് നിർമ്മിച്ചത്. ആദമിൽ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം മണ്ണുകൊണ്ട് സൃഷ്ടിച്ചെടുത്തതാണ്. സ്വർഗത്തിൽ നിന്ന് ഒരു കാര്യവും മനുഷ്യൻ ഇറക്കി കൊടുത്തില്ല. അതൊരു തെറ്റിദ്ധാരണയാണ്. ആദമിലുള്ളതെല്ലാം, അവൻ്റെ ദേഹവും ദേഹിയും ആത്മാവും 3 ഘടകങ്ങളും ദൈവം അവനെ ഭൗമികനായി സൃഷ്ടിച്ച് മണ്ണിൽ നിന്നാണ് രൂപപ്പെടുത്തിയത്. അത് തിരുവെഴുത്ത് നമ്മളെ പഠിപ്പിക്കുകയാണ്. എന്നാൽ യേശുക്രിസ്തു ഈ മണ്ണിൽ മനുഷ്യകുലത്തിൽ പെടാത്ത ഒരാളാണ്. ഇത് നമ്മൾ അടിസ്ഥാനപരമായിട്ട് മനസ്സിലാക്കണം. യേശു മനുഷ്യകുലത്തിൽ പെടാത്ത ഒരാളാണ്. ഇനി നമുക്ക് യേശുവിൻ്റെ ജനനം ഒന്ന് നോക്കാം. യേശുവിൻ്റെ ജനനത്തെക്കുറിച്ച് ദൂതൻ എന്താ പറഞ്ഞത്? മറിയയുടെ അടുക്കൽ വന്നിച്ച് പറഞ്ഞു, നീ ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും. അവൾ ചോദിച്ചു, എങ്ങനെ സാധിക്കും? ഞാൻ പുരുഷനെ അറിയായികൽ നിന്ന് സംഭവിക്കും. അപ്പോൾ എന്താ പറഞ്ഞ? അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും, ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, പുരുഷന്റെ ഒരു കുഞ്ഞ് ജനിക്കണമെങ്കിൽ പുരുഷനിൽ നിന്നും സ്ത്രീയിൽ നിന്നും 2 ഭാഗങ്ങൾ, അല്ലെ, ബീജവും അണ്ഡവും സംയോജിക്കുമ്പോഴാണ് ഒരു ഭ്രൂണം ഉണ്ടാകുന്നത്. ശാസ്ത്രീയമാണ്, സത്യമാണ്. എന്നാൽ ഇവിടെ മറിയത്തിൽ നിന്നും യേശു ഒന്നും സ്വീകരിച്ചിട്ടില്ല. മറിയത്തിൽ നിന്ന് എന്തെങ്കിലും യേശു സ്വീകരിച്ചിരുന്നെങ്കിൽ പാതി മനുഷ്യനായ, പാതി മനുഷ്യകുലത്തിൽ നിന്ന് എടുത്ത ഒരാളായ. അങ്ങനെ വന്നു കഴിയുമ്പോൾ യേശു പാപിയായി തീരാൻ സാധ്യതയുണ്ട്. കാരണം മറിയമാരായിരുന്നു, പാപിയായിരുന്നു. മറിയത്തിന്റെ പിതാവ് പാപിയായിരുന്നു. അങ്ങനെ പോകുന്നു. അതുകൊണ്ട് കത്തോലിക്കര് അങ്ങനെ ഉണ്ടാക്കാൻ വേണ്ടിയാണ് മറിയെ അമലോത്ഭവയാക്കിയത്. നിങ്ങൾക്ക് അതൊക്കെ കഥ അറിയാവോ? ഞാനൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്, കത്തോലിക്ക സഭയുടെ വിശ്വാസത്തിൻ്റെ ഭാഗ്യവതിയായ മറിയം. അതിനകത്ത് ഞാൻ ആ കാര്യം ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അവര് മറിയത്തെ ആദ്യം എന്ത് ചെയ്തു? വിശുദ്ധയാക്കി, അല്ലെങ്കിൽ അമലോത്ഭവയാക്കി. അമലോത്ഭവ എന്ന് പറഞ്ഞാൽ പാപമില്ലാതെ ജനിച്ചവൻ. അങ്ങനെ ഒരാളിലെ പരിശുദ്ധൻ ഉണ്ടാകാൻ പാടുള്ളൂ, ശരിയല്ലേ? അതാ പ്രശ്നം. എന്നാൽ അങ്ങനെ അല്ലായിരുന്നു. യേശു സമ്പൂർണമായി സ്വർഗത്തിൽ നിന്നുള്ള 2ാം മനുഷ്യനാണ്, ആദിജാതൻ. ഇനി ഒരു കാര്യം കൂടെ നമ്മൾ നമ്മുടെ രക്ഷയുമായിട്ട് ഞാൻ ഇതിനെ ഒന്ന് താരതമ്യപ്പെടുത്തി പറയാം. നമ്മൾ എന്താണ് ഈ ക്രിസ്തീയ ജീവിതവും രക്ഷയും എന്നൊക്കെ ഒന്ന് മനസ്സിലാക്കണമല്ലോ. ആദം മണ്ണിൽ നിന്നുള്ളവനാണ്. നമ്മളെല്ലാവരെയും ആദമിന്റെ മക്കളെന്ന് അറിയപ്പെടുന്നല്ലേ. നമ്മൾ 1ാം മനുഷ്യനിൽ നിന്നുള്ളവരാണ്. രക്ഷിക്കപ്പെടുമ്പോൾ എന്താ സംഭവിക്കുന്നത് അറിയാമോ? ഈ 1ാം മനുഷ്യനിൽ നിന്ന് നമ്മളെ പറിച്ചെടുത്ത് 2ാം മനുഷ്യന്റെ ഭാഗമാക്കുന്നു. 2ാം മനുഷ്യൻ ആരാണ്? ദൈവപുത്രനായ യേശു. അതുകൊണ്ടാണ് കൊരിന്ത്യർ ലേഖനം 2-ാം ലേഖനം 5:17 നമ്മൾ വായിക്കുന്നത്, ഒരു മനുഷ്യൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞു പോയി, ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു. അതിന്റെ മുകളിൽ പറഞ്ഞിട്ടുണ്ട് അതേതാന്ന്, ജഡപ്രകാരമുള്ള ബന്ധം. ആ ബന്ധം പുതുതായി തീർന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. എന്നാൽ നമ്മളെല്ലാവരും ആ വാക്യത്തെ തെറ്റിദ്ധരിച്ച് പറയുകയാണ്, ഒരാള് ക്രിസ്തുവിൽ അങ്ങ് വിശ്വസിച്ചോടനെ പുതിയ സൃഷ്ടിയായത്. എന്ത് സൃഷ്ടിയായത്? എന്ത് മാറ്റമാണ് ഉണ്ടായത്? പുതിയ സൃഷ്ടിയായെന്ന് പറഞ്ഞാൽ പിന്നെ പാപം കാണാൻ പാടില്ല, കള്ളം പറയാൻ പാടില്ല. അയ്യോ, നമ്മളിൽ എന്ത് മാറ്റമാണ് ഉണ്ടായത്? തെറ്റിദ്ധരിക്കുന്നത്. നമ്മുടെ ആളുകള് ഒരു പുതിയ ഒരു മനുഷ്യനായി നമ്മൾ മാറുന്നെന്ന് പറയുന്നത് ശരിയല്ല. അങ്ങനെ സംഭവിക്കുന്നില്ല. നമ്മിലേക്ക് പരിശുദ്ധാത്മാവ് വരുന്നു, നമ്മളെ നവീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. 2ാം മനുഷ്യന്റെ സ്വഭാവത്തോട് നമ്മളെ അനുരൂപരാക്കിക്കൊണ്ടിരിക്കുകയാണ്. തത്വത്തിൽ നമ്മൾ 2ാം മനുഷ്യന്റെ ഗണത്തിലേക്ക് വന്നു.
ഒന്നാം മനുഷ്യനിൽ നിന്ന് നമ്മളെ പറിച്ചെടുത്ത് ക്രിസ്തുവിലാക്കി. ആദം നമുക്ക് സമ്മാനിച്ചത് മരണം, പാപം, പ്രാകൃതം. എന്നാൽ ക്രിസ്തു നമുക്ക് തന്നത് പാപമോചനം, ആത്മീകം, നിത്യജീവൻ. അല്ലേ? ആദം നഷ്ടമാക്കിയതെല്ലാം ക്രിസ്തു തന്ന് നമ്മളെ ക്രിസ്തുവിൽ ദൈവം ധന്യരാക്കി. അതുകൊണ്ടാണ് എഫേസ്യ ലേഖനം തുടങ്ങിയ ലേഖനങ്ങളെല്ലാം ക്രിസ്തുവിൽ 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 എന്ന് പറയുന്നത്. നമ്മൾ ആദമിലല്ല, നമ്മൾ ആരും ആരിലല്ല, ആദമിലല്ല. ആദമിന്റെ ആ പാരമ്പര്യത്തിൽ നമ്മളെ മാറ്റിയെന്ന്. അതുകൊണ്ട് ഇനി പഴയ പാരമ്പര്യം ഒന്നും പറഞ്ഞ് നടന്നിട്ട് ഒരു കാര്യവും ഇല്ല. ക്രിസ്തുവിലായി. അതുകൊണ്ട് ക്രിസ്തുവിലാണ് നമ്മളായിരിക്കുന്നത്. ആ ക്രിസ്തു എന്നുള്ളത് സമ്പൂർണമായി പിതാവിൻ്റെ അടുക്കൽ നിന്ന് വന്ന ദൈവമാണ്. ഒറ്റ കാര്യം കൂടെ പറയാം. യോഹന്നാന്റെ സുവിശേഷം 1:14 നമ്മൾ എന്താ വായിക്കുന്നത്? 1:1 നമുക്ക് അറിയാം, ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. അല്ലേ? എന്നിട്ട് 14 വാക്യത്തിലേക്ക് വരുമ്പോൾ എന്താ വായിക്കുന്നത്? വചനം ജഡമായി തീർന്നു. എന്താ? അന്ന് ശ്രദ്ധിച്ചൊന്ന് നോക്കിയേ. വചനം ജഡമായി തീർന്നു, വചനം മാംസമായി. വചനം മാംസം എടുത്തു എന്നല്ല. എടുക്കണമെങ്കിൽ ഇവിടെ താഴെ നിന്ന് എന്തെങ്കിലും സ്വീകരിക്കണ്ടേ? വേണ്ടേ? വചനം മാംസമായി became. എന്ത് ചെയ്തു? ഒന്ന് മറ്റൊന്നായി മാറി. ദൈവം മനുഷ്യനായി മാറി. ഇതാണ് യേശുക്രിസ്തു. അപ്പൊ ഭൂമിയിൽ വന്നപ്പോൾ യേശു 100% മനുഷ്യനും 100% ദൈവമാണ്. മനുഷ്യൻ ദൈവം തന്നെയാണ്. ചില ആളുകൾ പറയും മനുഷ്യനായതുകൊണ്ട് ഉറങ്ങി, മനുഷ്യനായതുകൊണ്ട് വിശന്നു. ദൈവത്തിന് എന്താ വിശക്കാൻ പാടില്ലേ? കർത്താവ് ഉറങ്ങിയപ്പോഴും വിശന്നപ്പോഴും കഴിച്ചപ്പോഴും എല്ലാം ദൈവമായിരുന്നു. അവൻ ദൈവമല്ലാതിരുന്ന ഒരു അവസ്ഥയേ ഉണ്ടായിട്ടില്ല. തെറ്റിദ്ധരിക്കരുത്. ബൈബിൾ അതാണ് പഠിപ്പിക്കുന്നത്. ഉറങ്ങാൻ വേണ്ടിയാണ് അവൻ മനുഷ്യനായതെന്ന്. ഉറങ്ങാൻ വേണ്ടിയാ ദൈവം മനുഷ്യനായത്. മരിക്കാൻ വേണ്ടിയാ ദൈവം മനുഷ്യനായത്. നമുക്ക് സമസ്വഭാവമുള്ളവനായി തീരാൻ, അല്ലെങ്കിൽ നമ്മോട് സാദൃശ്യപ്പെടാനാണ് യേശു മനുഷ്യനായത്, സമ്പൂർണ്ണ മനുഷ്യനായത്. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? അപ്പം മറിയത്തിൽ നിന്ന് എന്തെങ്കിലും സ്വീകരിച്ച് ഒരു വികൃത രൂപമല്ല ക്രിസ്തു. യേശു ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ആ ശരീരത്തിന് തന്നെ ആ പ്രത്യേകത ഉണ്ടായിരുന്നു. ദേവാലയത്തിന്റെ പരിസരത്ത് കൊണ്ടുപോയി യേശുവിനെ തലകീഴായി തള്ളിയിടാൻ ശ്രമിച്ചു. അല്ലേ? യേശു എന്ത് ചെയ്തു? ക്ലിയർ ആയില്ല. അവരുടെ നടുവിലൂടെ കടന്നുപോയി. എങ്ങനെ കടന്നുപോയി? പറയൂ. മനുഷ്യനായിരുന്നല്ലോ. എങ്ങനെ കടന്നുപോയി? ഇവരുടെ നടുവിലൂടെ കടന്നുപോയി എന്ന് പറഞ്ഞാൽ ഇൻവിസിബിളായി കടന്നുപോയി എന്ന് അവിടെ എഴുതിയിരിക്കുന്നു. ഒരു മനുഷ്യൻ്റെ നിന്ന് ഇങ്ങനെ പ്രതിരോധം തീർത്തിരിക്കുന്നവരുടെ ഇടയിൽ കൂടെ ഈ ശരീരം കടന്നു പോവുകയാണ്. ആ ശരീരം ദൈവത്തിന്റെ ശരീരമാണ്. ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞപ്പോഴും ആ പ്രത്യേകത കാണാം. ഉയർത്തെഴുന്നേറ്റതിന് മുമ്പും അതുണ്ട്. അടച്ചിട്ടുള്ള വാതിലിനകത്തോട്ടങ്ങ് കയറി. ആ സ്വർഗീയ ശരീരത്തിലാണ് അവൻ വന്നത്. പറഞ്ഞു മനസ്സിലായോ? യേശു മേലിൽ നിന്നുള്ളവനാണെന്ന്. ആദാമ്യ കുലത്തിൽപ്പെട്ട ഒരാളല്ല. പിന്നെ അബ്രഹാമിന്റെ പുത്രൻ, ദാവീദിന്റെ പുത്രൻ എന്നൊക്കെ വിളിക്കുന്നതോ? ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. അതും കൂടെ പറഞ്ഞ് ഞാൻ ഇപ്പൊ അവസാനിപ്പിക്കാം. ഇത് നിങ്ങൾ ഉൾക്കൊള്ളണം, പഠിക്കണം. നമുക്കറിയാം അബ്രഹാമിന്റെ പുത്രനായ, ദാവീദ് പുത്രനായ യേശു ക്രിസ്തുവിന്റെ വംശാവലി. അബ്രഹാമും യേശുവായിട്ട് എന്തു ബന്ധം? ദാവീദും യേശുവുമായിട്ട് എന്തു ബന്ധം? രണ്ട് സുവിശേഷങ്ങളിൽ വംശാവലി പറയുന്നു. ഏതൊക്കെയാണ്? മത്തായിയും ലൂക്കോസും. ഈ രണ്ട് സുവിശേഷങ്ങളിലും യോസഫിന്റെ വംശാവലിയാ പറയുന്നത്. നിങ്ങൾ പരിശോധിച്ചോ യോസഫിന്റെ വംശാവലി. യോസഫുമായിട്ട് യേശുവിന് എന്താ ബന്ധം? എന്തെങ്കിലും ബന്ധമുണ്ടോ? ഒരു ബന്ധവുമില്ല.
പിന്നെ എന്തിനാ അങ്ങനെ പറഞ്ഞിരിക്കുന്നത്? അവിടെ നീ മണ്ണിൽ വരുമ്പോൾ അതെ, രാജ്യത്തിന്റെ നിയമപരമായി അബ്രഹാമിന്റെ പുത്രനാണ്. യോസഫ് തന്റെ കുടുംബക്കാരനായി യേശുവിനെ അംഗീകരിച്ച് കഴിഞ്ഞതോടുകൂടെ യോസഫിന്റെ പുത്രനാ, ദാവീദിന്റെ പുത്രനാ. നിയമപരമായ ബന്ധം മാത്രം, യാതൊരു രക്തബന്ധവും അവിടെ. ഇനി മറിയം ഏതു ഗോത്രക്കാരിയായിരുന്നു? പറയൂ. എലിസബത്ത് കണ്ടോ വന്നു. എലിസബത്തിന്റെ ചാർച്ചക്കാരിയാ. എലിസബത്തോ ലേവിയ ഗോത്രക്കാരിയാ. യഹൂദയിലെ സിംഹം എന്നൊക്കെ യേശുവിനെ വിശേഷിപ്പിക്കുമ്പോൾ നിയമപരമായിട്ട് മാത്രമേ അത് നമ്മൾ അർത്ഥമാക്കാവൂ. അതുകൊണ്ട് ഈ കാര്യത്തിന് ഒരു വിട്ടുവീഴ്ചയും നമ്മൾ ചെയ്യാൻ പാടില്ല. നമ്മുടെ കർത്താവ് സ്വർഗത്തിൽ നിന്നുള്ള ദൈവപുത്രനാണ് 100%. അവൻ മണ്ണിലേക്ക് ഇറങ്ങി വന്നവനാണ്. എന്നാൽ ലോകത്തിൽ ആരും ഇത് സമ്മതിക്കുന്നില്ല. എല്ലാവരും പറയുന്നത് മറിയത്തിന്റെ മകൻ, യോസഫിന്റെ മകൻ, ഒരു തച്ചൻ, ഒരു യഹൂദൻ അല്ലേ? യഹൂദന്റെ തച്ചനാണ് എൻ്റെ ബോസ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ എഴുതാറുണ്ട്. ശരി തന്നെ, ആയിക്കോട്ടെ. പക്ഷെ ഓർക്കണം, സ്വർഗത്തിൽ നിന്നുള്ള ദൈവമാണ്. ഈ യേശു വന്ന് നിന്നേച്ച് യഹൂദനോട് പറഞ്ഞു, പിതാവ് എൻ്റെ സ്വന്തം പിതാവ് അല്ലേ, എൻ്റെ സ്വന്തം പിതാവ്. പ്രധാനമന്ത്രിയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇതെൻ്റെ സ്വന്തം പിതാവാണെന്നൊരു പറഞ്ഞാൽ എങ്ങനെ തല്ലി കിട്ടാതിരിക്കും? ശരിയല്ലേ? അത്രേ ഉള്ളൂ. അത് തന്നെയാ കർത്താവ് ചെയ്തത്. എനിക്ക് ദൈവമായിരിക്കുന്നതല്ല നിങ്ങൾക്ക് ദൈവമായിരിക്കുന്നത്, എൻ്റെ പിതാവും നിങ്ങളുടെ പിതാവും. ആ ദേവാലയത്തെ നോക്കിക്കൊണ്ട് പറഞ്ഞു, എൻ്റെ പിതാവിനുള്ളതിൽ ഞാൻ ഇരിക്കണ്ടേ? എൻ്റെ അപ്പൻ്റെതായത്, ഇതെൻ്റെ അപ്പൻ്റെ വകയാണ്. നിങ്ങളതിനെ കള്ളന്മാരുടെ ഗുഹയാക്കി. അബ്രഹാമിന് മുമ്പ് ഞാനുണ്ട് ഇല്ലേ? സർവത്തിനും മുമ്പനാണ് ഞാൻ. ഇങ്ങനെ ക്രിസ്തു പിതാവിന് സമതുല്യനാണ്. ഈ രണ്ട് വസ്തുതകൾ അടിസ്ഥാനപരമായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം. ഒന്ന്, ദൈവം എന്ന് പറയുന്നത് ഒരാളുടെ പേരല്ല, ഒരു സംയുക്ത നാമമാണത്. ആ യോഗ്യതയുള്ള ആരെയും നമുക്ക് അങ്ങനെ വിളിക്കാം. പക്ഷെ ആ യോഗ്യത കാണണം. മനുഷ്യനെന്നുള്ള പേര് നമുക്ക് എല്ലാവർക്കും ചേരും. പക്ഷെ എന്ത് വേണം? മനുഷ്യനായിരിക്കണം അല്ലെ? അതുപോലെ തന്നെ ഈ പ്രപഞ്ചത്തിൽ ഏറ്റവും ഉയർന്ന ജീവിവർഗമായ ദൈവത്തിന്റെ ആ വർഗനാമമാണ് ദൈവം. അതിൽ 3 ആളുകൾ. ഒരാള് പിതാവ് എന്നറിയപ്പെടുന്നു, ഒരാള് പിതാവ് എന്നറിയപ്പെടുകയല്ല, പിതാവാണ്. മറ്റൊരാള് തൻ്റെ ഏകജാതനായ പുത്രനാണ്. മൂന്നാമതൊരാള് പരിശുദ്ധാത്മാവാണ്. ചിലർ ഈ നാളുകളിൽ തെറ്റായിട്ട് പരിശുദ്ധയാത്മാവെന്ന് പറയുന്നുണ്ട്. തെറ്റാട്ടോ, വളരെ ഗുരുതരമായ തെറ്റായൊരു ഭാഷാപ്രയോഗമാണ് പരിശുദ്ധയാത്മാവ്. ചില പാസ്റ്റർമാരൊക്കെ പ്രസംഗിക്കുമ്പോൾ അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, പരിശുദ്ധയാത്മാവ്. അങ്ങനെ പറയരുത്, പരിശുദ്ധാത്മാവ്, ഹോളി സ്പിരിറ്റ്. ആ സാരാംശത്തിൽ ഏകന, അതാണ് ഏകത്വം എന്ന് പറയുന്നത്. നമ്മളെല്ലാവരും ഏകരാണല്ലോ. നമ്മൾ സാരാംശത്തിൽ എല്ലാവരും ഒന്നാണ്. അതുപോലെ തന്നെയാണ് ദൈവം. ഒരു വ്യത്യാസം, വളരെ ലളിതമാണത്. തൃത്വം എന്നുള്ളത് വളരെ ലളിതമാണ്. നമുക്ക് മനസ്സിലാക്കാൻ പാടില്ലാത്ത ഒന്നും അവിടെയില്ല. പക്ഷെ ഇതിങ്ങനെ പറഞ്ഞ് അതാണോ ഇതാണോ എന്ന് പറഞ്ഞ് നമ്മളെ ഇങ്ങനെ അലട്ടുന്നുകൊണ്ടാണ് ഈ പ്രശ്നം. ദൈവം എന്ന ആ സ്വഭാവത്തിൽ 3 ആളുകൾ, ആ സാരാംശത്തിൽ 3 ആളുകളുണ്ട്. 3 പേരും ദൈവമാണ്. 3 ദൈവിക വ്യക്തികൾ. 3 ദൈവങ്ങൾ എന്ന് നമ്മൾ പറയാത്തത് ഭിന്ന സ്വഭാവം അവർക്കില്ല. ഭിന്ന സ്വഭാവം 3 തരം മനുഷ്യരുണ്ടെങ്കിൽ ഉണ്ടോ? 3 തരം മനുഷ്യരില്ലല്ലോ, ഒറ്റ മനുഷ്യൻ, ആദം എന്ന ഏക മനുഷ്യൻ. ആ മനുഷ്യന്റെ സന്താന പരമ്പരകളാണ് നമ്മൾ. അതുപോലെ തന്നെ ആദമേകനാണ്, ഏക മനുഷ്യൻ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന പോലെ തന്നെയാണ് ദൈവം. രണ്ടാമത് യേശുക്രിസ്തു. യേശുക്രിസ്തുവിൻ്റെ ആളത്വം തീർച്ചയായിട്ടും ദൈവിക ആളത്വമാണ്. അവൻ ദൈവം മനുഷ്യനായിട്ട്, അങ്ങനെ തന്നെ ക്രിസ്തുവിനെ നമ്മൾ ഉൾക്കൊള്ളണം. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവനാണ് ക്രിസ്തു, അത് മനസ്സിലാക്കുക.